എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യുന്ന വീഡിയോ ഒരു സഫാരി ഡൈക്കോറിൻ്റെ ഒരു യൂസർ റിവ്യൂ വീഡിയോ ആണ്. കുറേ നാളായിട്ട് ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു ഒരു സഫാരിയുടെ ഒരു യൂസർ റിവ്യൂ ചെയ്യണമെന്ന്. ഞാനിപ്പോൾ ഒരു 4.5 വർഷമായിട്ട് ഈ സഫാരി ഉപയോഗിക്കുവാണ്. അപ്പം ഞാൻ എൻ്റെ പേഴ്സണലായിട്ടുള്ള അനുഭവങ്ങൾ ആണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. എല്ലാവർക്കും ഇതുപോലെ ആയിരിക്കണമെന്നില്ല. എനിക്ക് ഉണ്ടായ അനുഭവങ്ങളാണ് ഞാൻ ഈ വണ്ടിയുമായിട്ടുള്ള ഷെയർ ചെയ്യുന്നത്. വണ്ടിയുമായിട്ടുള്ള ഗുണങ്ങളും എനിക്കുണ്ടായ നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള ഫീഡ്ബാക്സ് ആണ് ഞാനീ പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ വണ്ടിയെ പറ്റി പറയാനുള്ളത്, ഞാനിപ്പം വണ്ടി ഓടിക്കുകയാണ്. എൻ്റെ ഈ ഡ്രൈവിംഗ് പൊസിഷൻ തന്നെ നിങ്ങളൊന്ന് നോക്കിക്കോ. ഞാൻ നല്ല കിളന്നുള്ള ഒരു സീറ്റിംഗ് പൊസിഷനിലാണ് വണ്ടിയിലിരിക്കുന്നത്. നമുക്ക് റോഡ് നല്ലതായിട്ട് കണ്ട് നല്ല വിസിബിലിറ്റിയാണ് ഈ വണ്ടിയിലുള്ളത്. നമ്മളിപ്പം ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് നോക്കി കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ്. എൻ്റെ ഒരു താല്പര്യം എന്ന് പറഞ്ഞാൽ ബോണറ്റിൻ്റെ എഡ്ജ് കണ്ട് വണ്ടി ഓടിക്കുന്ന ടൈപ്പിലുള്ള വണ്ടിയിലിരുന്ന് ഓടിക്കാനാണ് എനിക്ക് കൂടുതൽ താല്പര്യം. കാര്യം നമുക്ക് ആ വണ്ടിയുടെ ഫ്രണ്ട് എവിടെ വരെ പോയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും ഈ എഡ്ജ് കണ്ട് ഓടിക്കുമ്പോൾ. അപ്പോൾ അങ്ങനൊരു ഡ്രൈവിംഗ് പൊസിഷനാണ് നമുക്ക് സഫാരിയിൽ കിട്ടുന്നത്. നമുക്ക് നല്ലതായിട്ട് റോഡ് വ്യൂ നല്ലതായിട്ട് കാണാം. കറക്റ്റ് നമുക്ക് റോഡ് കണ്ട് നമുക്കൊരു ടൈറ്റ് പാർക്കിംഗ് വണ്ടി കൊണ്ട് ഇടുവാണേലും നമുക്ക് വണ്ടി ആ എഡ്ജ് നമുക്ക് നോക്കി ഓടിക്കാം. പ്രത്യേകിച്ച് വണ്ടിയിലൊരു ഫെൻഡർ മിററും കൂടെ ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ വണ്ടിയുടെ ഫ്രണ്ട് എഡ്ജ് നമുക്ക് കണ്ട് നമുക്ക് കറക്റ്റായിട്ട് വണ്ടി ഓടിക്കാൻ പറ്റും. ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ വണ്ടികളുടെ ഒന്നും ഫെൻഡർ മിറർ ഫിക്സ് ചെയ്യാൻ അങ്ങനെ പറ്റാറില്ല. കാര്യം അതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ ഇൻഡിക്കേറ്ററിൻ്റെ പൊസിഷനും കൂടെ നമ്മുടെ ഈ സൈഡിലത്തെ ഫെൻഡറിലോട്ട് കയറിയാണ് നിൽക്കുന്നത്. ഒത്തിരി കുറേ ബാക്കിലോട്ട് വരുന്നുണ്ട്, നമുക്ക് ഫെൻഡർ മിറർ ഫിക്സ് ചെയ്യാൻ പറ്റാതെ വരുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ കറക്റ്റാണ്, നമുക്കെല്ലാം ഫിക്സ് ചെയ്ത് ഫെൻഡർ മിറർ ഫിക്സ് ചെയ്ത് വെച്ചുകൊണ്ട് നമുക്കിത് കറക്റ്റ് കണ്ട് നമുക്ക് കറക്റ്റ് വിസിബിലിറ്റിയാണ് നമുക്ക് വണ്ടിക്ക് കിട്ടുന്നത്. അതാണ് ഈ വണ്ടിയിൽ നമുക്ക് ഓടിക്കുമ്പോൾ നമുക്ക് ആദ്യം കിട്ടുന്ന ഒരു ഫീലും നമുക്ക് ഇഷ്ടം തോന്നുന്ന ഒരു കാര്യം കിട്ടുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്റ്റിയറിംഗ് എന്ന് പറഞ്ഞാൽ പവർ സ്റ്റിയറിംഗ് ആണ്. പക്ഷേ ഹൈഡ്രോളിക് പവർ സ്റ്റിയറിംഗ് ആണ്. പിന്നെ ഒരു അത്യാവശ്യം നേരിട്ട് ചെറിയൊരു പ്ലേയും ഉള്ള ഒരു സ്റ്റിയറിംഗ് ആണ്. ആ ഒരു പ്ലേ കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള അതിൻ്റെ ടേണിങ്ങിൻ്റെ കാര്യങ്ങൾ തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ അത് ഓടിച്ചൊരു ശകലം ഒന്ന് യൂസ്ഡ് ആകണം. ആയിക്കഴിഞ്ഞാൽ ഓക്കെയാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, കറക്റ്റായിട്ട് ഓടിക്കാം. പിന്നെ ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ് പോലെ ഭയങ്കര ഫ്രീ ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീലല്ല, ഇച്ചിരൂടെ ഹെവി ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ്. പക്ഷെ നമുക്ക് ഹൈവേയിലും ഹൈ സ്പീഡിലൊക്കെ പോകുമ്പോൾ നല്ല കോൺഫിഡൻസ് ആണ് ഈ ഹെവി ആയിട്ടുള്ള സ്റ്റിയറിംഗ് ആയതുകൊണ്ട്. പക്ഷെ നമ്മൾ ഒരു സിറ്റി ഡ്രൈവിലൊക്കെ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഇതിൻ്റെ സ്റ്റിയറിംഗ്. അതുപോലെ ഇതിൻ്റെ ഗിയർ ലിവർ വരുന്നത് നമുക്ക് ഒരു അത്ര കറക്റ്റായിട്ടുള്ള ഒരു ഗിയറിൻ്റെ ത്രോയൊന്നുമില്ല, ഇച്ചിരി റബ്ബറി ആയിട്ടുള്ള ഒരു ത്രോയാണ്. അത് നമ്മൾ യൂസ്ഡ് ആയ നമുക്ക് ഓക്കെയാണ്. അല്ലാതെ കറക്റ്റായിട്ട് നമ്മളിങ്ങനെ ക്ലിക്ക് എന്ന് പറഞ്ഞാൽ ഗിയർ വീഴുമല്ലോ, ആ ഒരു ഇതല്ല. അപ്പം നമുക്കിത് ഓടിച്ച് ശീലമാണ് ഇത് കറക്റ്റ് ഇങ്ങനെ വീഴുന്നതെന്നുള്ളത് കൊണ്ട് നമ്മൾ ഓടിക്കുമ്പോൾ അതങ്ങനെ കറക്റ്റായിട്ട് വീഴാറുണ്ട്. അല്ലാതെ വീഴാതിരിക്കുമോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, കറക്റ്റായിട്ട് എല്ലാ ഗിയറും വീഴും. പിന്നെ ഒരു സഫാരി നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ, ഒരു യൂസ്ഡ് സഫാരി എടുക്കാൻ നോക്കുന്ന ഒരാളാണെങ്കിൽ, വില കുറഞ്ഞൊരു സഫാരി കിട്ടുക എന്ന് പറഞ്ഞ് നോക്കിയിട്ട് കാര്യമില്ല. വണ്ടിയുടെ കണ്ടീഷൻ എങ്ങനെ ഉണ്ടെന്ന് നോക്കുക. അതിൽ വണ്ടി ഓടിക്കാൻ എങ്ങനെയുണ്ട്, വണ്ടിയുടെ ബോഡി കണ്ടീഷൻ എങ്ങനെയുണ്ട്, ഇതൊക്കെ നോക്കിയിട്ടേ ഒരു വണ്ടി, ഇതിപ്പോൾ സഫാരി എന്നല്ല ഏത് വണ്ടിയാണേലും അങ്ങനെ നമ്മൾ വാങ്ങിക്കാവൂ. ഓരോ വണ്ടിക്ക് ഓരോ വിലയായിരിക്കും ഓരോരുത്തരിടുന്നത്. അതിൻ്റെ കണ്ടീഷൻ അനുസരിച്ചായിരിക്കും ഓരോരുത്തരിടുന്നത്. ചിലവർ ലാഭം കിട്ടാൻ വേണ്ടി മാത്രം വിൽക്കുന്നവരുമുണ്ട്, ചിലവർ ഇഷ്ടപ്പെട്ട് വണ്ടി വാങ്ങിച്ചത് നല്ലതായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വിൽക്കുന്ന ആൾക്കാരും ഉണ്ട്, എന്തെങ്കിലും വേറെ സാഹചര്യങ്ങളുണ്ട് കൊടുക്കുന്ന ആൾക്കാരുമാണ്. അപ്പോൾ ഇതിനകത്തുള്ള കാര്യം എന്ന് പറഞ്ഞാൽ സഫാരി എന്ന് പറഞ്ഞ വണ്ടിക്ക് ഇപ്പം എൻജിൻ വർക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളെക്കാളും കൂടുതൽ നമുക്ക് കാണാറുള്ളത് ഈ ബോഡി റിലേറ്റഡ് വർക്ക്സ് വണ്ടിക്ക് ഒത്തിരി വരാറുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ വണ്ടിക്ക് റസ്റ്റിങ്ങിൻ്റെ ഇഷ്യൂസ്. അപ്പം നമ്മൾ റസ്റ്റിങ് വണ്ടിക്ക് കൂടുതൽ വരാറുണ്ട്. വെള്ളം വണ്ടി ഇറങ്ങി മഴയത്തൊക്കെ കിടന്നും ഒക്കെ വണ്ടി വെള്ളം ഇറങ്ങിയൊക്കെ ഒത്തിരി പ്രശ്നങ്ങൾ വണ്ടിക്ക് വരാറുണ്ട്. അപ്പോൾ
ബോഡിയിൽ റസ്റ്റിങ്ങിൻ്റെ ഒരു ഇഷ്യൂ അത് ക്ലിയർ ചെയ്യാനൊക്കെ തന്നെ നമ്മൾ കുറേ പൈസ നമ്മൾ മുടക്കേണ്ടി വരും. പിന്നെ ഉള്ള എന്തെങ്കിലും ചെറിയ സെൻസർ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ചെറിയ ഇഷ്യൂസ് എന്തെങ്കിലും അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി നമ്മളൊന്ന് സ്കാൻ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ തന്നെ എന്തൊക്കെ ഇഷ്യൂസ് ആണെന്നുള്ളത് അറിയാൻ പറ്റും. ആ സെൻസേഴ്സ് മാറ്റുമോ ഒന്നീ ചിലപ്പോൾ അത് ക്ലീൻ ചെയ്ത് ഇട്ടാൽ മതി, അതിൻ്റെയൊക്കെ കാര്യങ്ങളെ വരത്തുള്ളൂ. പിന്നെ ടർബോ, ഈജർ, ഇന്റർകൂളർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പം ടർബോയൊക്കെ നല്ലതായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് ഓടുന്ന വണ്ടികൾക്കാണെങ്കിൽ അങ്ങനെ ടർബോയുടെ ഇഷ്യൂസ് ഒന്നും വരാറില്ല. ഈജാറൊക്കെ പിന്നെ ഒരു ഇത്ര കിലോമീറ്ററൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഒരു 50,000 75,000 കിലോമീറ്ററൊക്കെ ആകുമ്പോഴേക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തേച്ചാൽ മാത്രം മതി. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല വണ്ടിക്ക്, വേറെ വൈബ്രേഷൻസോ കാര്യങ്ങളോ ഒന്നും വരാറൊന്നുമില്ല. 1,00,000 കിലോമീറ്ററൊക്കെ ഓടിയ ഒരു വണ്ടി ആകുമ്പോഴത്തേക്ക് ഉള്ള വൈബ്രേഷൻസ് ഒക്കെ കാണും വണ്ടിക്ക് ചെറുതായിട്ട്. ഇത് എഞ്ചിൻ മൗണ്ടിങ്, ഗിയർ ബോക്സ് മൗണ്ടിങ്, അങ്ങനെ തുടങ്ങിയ ഓരോ മൗണ്ടിങ്സ് ഉണ്ട്. ഈ റബ്ബർ മൗണ്ടിങ് മാറ്റി കഴിയുമ്പോൾ തന്നെ വണ്ടിയുടെ വൈബ്രേഷൻസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം വണ്ടിയുടെ കുറയും. വണ്ടി നല്ല ഫ്രീ ആയിട്ട് നല്ല പവർ ഡെലിവറിയും ആയിരിക്കും. നമുക്ക് ആ ഡെലിവറിയിലനുസരിച്ച് നമുക്ക് ആ വൈബ്രേഷൻസോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല. 1,00,000 കിലോമീറ്ററൊക്കെ ആയ വണ്ടിയൊക്കെ ആണെങ്കിൽ അതിൻ്റെ മൗണ്ടിങ്സ് ഒക്കെ മാറ്റി കൊടുക്കുക. അപ്പോൾ ഗിയർ ബോക്സ് മൗണ്ടിങ്, എൻജിൻ മൗണ്ടിങ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം മാറ്റുക. അപ്പോൾ ഇതൊക്കെ നമുക്ക് കിട്ടാൻ വലിയ പ്രയാസമുള്ള കാര്യങ്ങളൊന്നും. ഷോറൂമിൽ ചെന്നാൽ ഷോറൂമിൽ നിന്നാണെങ്കിലും നമുക്കിത് കിട്ടും, അല്ലെങ്കിൽ ഗൂഡ്മോ പോലത്തുള്ള ഓൺലൈൻ സൈറ്റുകളിൽ നിന്ന് നമുക്കിത് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ മൗണ്ടിങ്സ് ഒക്കെ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ വണ്ടിയിലെ വൈബ്രേഷൻസ് കാര്യങ്ങൾ എല്ലാം മാറിക്കിട്ടും. അപ്പം വണ്ടി നല്ല സ്പീഡ് എടുത്ത് പോകുമ്പോഴും വണ്ടിയുടെ വൈബ്രേഷൻസോ കാര്യങ്ങളോ ഒന്നും വണ്ടിയിൽ വരത്തില്ല. വണ്ടി നല്ല സ്മൂത്ത് ആയിരിക്കും, വണ്ടി നല്ല സൈലൻ്റ് ആയിട്ട് വരുന്നോളും. പിന്നുള്ളൊരു മെയിൻ കാര്യമാണ് ഈ വണ്ടിയുടെ ടൈമിംഗ് ബെൽറ്റ് എന്ന് പറയുന്നത്. ഇതിന് ടൈമിംഗ് ബെൽറ്റ് ആണ് വരുന്നത്. അപ്പം അതൊരു 1,00,000 കിലോമീറ്റേഴ്സിൽ മാറിക്കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. അതിൻ്റെ കാര്യം നമ്മളെപ്പോഴും ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. ടൈമിംഗ് ബെൽറ്റ് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി എക്സ്പെൻസീവ് ആണ് കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് ടൈമിംഗ് ബെൽറ്റ് പൊട്ടുന്നതിന് മുന്നേ തന്നെ ഒരു റെഗുലർ ഇൻ്റർവെല്ലിൽ അത് 1,00,000 കിലോമീറ്ററൊക്കെ ആകുമ്പോഴത്തേക്ക് അത് മാറ്റി കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും ടൈമിംഗ് ബെൽറ്റിൻ്റെ കാര്യം. പിന്നെ ഇതിൻ്റെ എനിക്കുണ്ടായ സർവീസ് കോസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ പറയുവാണെങ്കിൽ, നമ്മൾ വണ്ടി ആദ്യം എടുത്തു, നമ്മൾ ടാറ്റയുടെ ഓതറൈസ്ഡ് സർവീസ് സെൻ്ററിൽ തന്നെ കൊണ്ട് കൊടുത്തു. അപ്പം അങ്ങനെ അതിലാണ് എൻ്റെ ടാറ്റയുടെ ആദ്യത്തെ ഒരു സർവീസുമായിട്ടുള്ളൊരു ഒരു റിലേഷൻഷിപ്പ് തുടങ്ങുന്നത്. അപ്പം ഞാൻ അവിടെ ചെന്നപ്പോൾ സർവീസ് സെൻ്ററിൻ്റെ പേര് പറയുന്നില്ല, ശരിക്കും പറഞ്ഞാൽ എല്ലാവരും പറയാറുള്ളതിൻ്റെ കൂട്ട് തന്നെ നമ്മുടെ മനസ്സിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് നമ്മൾ പറഞ്ഞാൽ അത് അവർക്ക് തോന്നുന്ന കുറേ കാര്യങ്ങൾ ചെയ്യുക എന്നല്ലാതെ അവർ നമ്മുടെ വണ്ടി ഫുള്ളായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു തരാറില്ല. ഒന്നാമത്തെ കാര്യം, നമ്മളൊരു പഴയ വണ്ടി കൊണ്ട് ചെന്ന് കഴിയുമ്പോൾ അവർ ഇത് പഴയതാണ്, ഇതിൻ്റെ സ്പെയർ കിട്ടാൻ വഴിയില്ല, അല്ലെങ്കിൽ ഇതിൻ്റെ പുതിയ ജനറേഷൻ്റെ അല്ലെ അതിൻ്റെ അത് കഴിഞ്ഞിട്ടുള്ള വേരിയൻറ്റിൻ്റെ കിട്ടും, അത് കിട്ടുമ്പോൾ അത് ഫുൾ യൂണിറ്റ് ആയിട്ടേ വരത്തുള്ളൂ, അതിന് എല്ലാം കൂടെ ഇത്ര കോസ്റ്റ് വരും എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പറഞ്ഞ് പേടിപ്പിക്കുകയും വെട്ടി ഓടിക്കുകയൊക്കെയാണ് മെയിൻ പരിപാടി ഈ സർവീസ് സെൻ്ററിലെല്ലാം. നമ്മൾ കുറേ കാര്യങ്ങൾ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ ഞാൻ പറഞ്ഞു ഫുൾ സർവീസ് ചെയ്യണം, എനിക്ക് വലിയ കാര്യങ്ങൾ അറിയത്തില്ല. അപ്പോൾ നമ്മളിതിന് മുന്നേ വണ്ടി ഉപയോഗിച്ചെങ്കിലും നമുക്ക് ഈ ഇതിൻ്റെ ഒരു പെർഫെക്റ്റായിട്ട് എങ്ങനെയൊക്കെയാണ് നമ്മൾ വണ്ടി മെയിൻറ്റെയിൻ ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മളത് വണ്ടി മെയിൻറ്റെയിൻ ചെയ്യുന്നു, അല്ലാതെ നമ്മൾ കൂടുതലായിട്ട് ഇതിനകത്ത് എന്തൊക്കെ ചെക്ക് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അറിയത്തില്ല. നമ്മൾ വണ്ടി കഴുകി വൃത്തിയാക്കി സൂക്ഷിക്കുന്നു, പീരിയോഡിക് സർവീസ് ചെയ്യുന്നു, സൗണ്ടുകൾ എന്തെങ്കിലും കേട്ടാൽ അത് സർവീസ് സെൻ്ററിൽ കൊണ്ടുപോകുന്നു, ക്ലിയർ ആക്കുന്നു എന്ന് മാത്രമേ ഉള്ളായിരുന്നു. അല്ലാതെ വണ്ടി നമുക്ക് തന്നെ ഒരു കുറച്ച് നോളജ് ഉണ്ട്, വണ്ടിയുടെ കാര്യങ്ങൾ അറിയാം, അങ്ങനത്തെ കാര്യങ്ങളിൽ വലിയ പിടുത്തമില്ലായിരുന്നു. ഞാൻ ഈ സഫാരി എടുത്ത പിന്നെയാണ് നമ്മുടെ സഫാരി ഗ്രൂപ്പിൽ മെമ്പേഴ്സ് ആയി കഴിഞ്ഞപ്പം കുറേ നമുക്ക് വണ്ടിയെ പറ്റിയൊക്കെ അറിയാനൊക്കെ സാധിച്ചു. അപ്പോൾ അങ്ങനെ ഈ സർവീസ് സെൻ്ററിൽ നമ്മൾ ചെന്നു, വണ്ടി ഫുള്ള് സർവീസ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ സർവീസ് ചെയ്തു. അപ്പോൾ പറഞ്ഞ് സസ്പെൻഷൻ്റെ ലോവർ ആമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ മാറണമെന്ന്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം മാറ്റുകയൊക്കെ ചെയ്തു. വണ്ടി കുറച്ചുകൂടെ ക്ലിയറായി, ഓക്കെ ആയി. അപ്പം ഞാൻ എടുത്ത സമയത്ത് എൻ്റെ ഈ വണ്ടി സ്റ്റാർട്ട് ആകുന്നതിൽ ഒരു ചെറിയൊരു ഡിലേ ഉണ്ട്. ഒരു 2-3 ക്രാങ്ക് കഴിഞ്ഞിട്ടാണ് വണ്ടി സ്റ്റാർട്ട് ആകുന്നത്. അപ്പം എനിക്കറിയത്തില്ല സഫാരി സ്റ്റാർട്ട് ആകുന്നത് ഇതുപോലെ ആയിരിക്കും എന്ന് നമുക്കൊരു ഇതുമുണ്ട്. അപ്പോൾ നേരത്തെ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് മഹേന്ദ്ര സൈലോ ആയിരുന്നു, പിന്നുള്ളത് മാരുതിയുടെ വണ്ടികളുമായിരുന്നു. അപ്പോൾ സൈലോ നല്ല ക്വിക്കായിട്ട് സ്റ്റാർട്ടാവും, ഇതതുപോലെ സ്റ്റാർട്ട് ആകുന്നില്ല. അപ്പം ഞാനിത് സർവീസ് സെൻ്ററിൽ അവർ സർവീസ് കഴിഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഇതുപോലെ ഇതിപ്പോഴും വണ്ടി സ്റ്റാർട്ട് ആകുമ്പോൾ ഒരു ചെറിയ ഡിലേ പോലെ ഉണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അത് വണ്ടി, അതാണ് ആ സർവീസ് സെൻ്ററിലെ ആൾക്കാരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ ഒരു സഫാരിയിൽ കയറി കഴിഞ്ഞാൽ അത് ഉടനെ തന്നെ അത് 2.2 ആണോ 3 ലിറ്റർ ആണോ ഇത് സ്റ്റോം ആണോ
അത് ഉള്ള കാര്യങ്ങൾ നമുക്ക് ഏകദേശമൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാകാൻ പറ്റുന്നുണ്ട്. ഇത് ആ ഒരു സർവീസ് എഞ്ചിനീയർ ഇതിനകത്ത് വണ്ടിയിൽ കയറിയിട്ട് ഉടനെ തന്നെ ഇത് 2.0 അല്ലല്ലോ, ഇത് 3 ലിറ്റർ എഞ്ചിനല്ലേ എന്നാണ് അടുത്ത ചോദിച്ചത്. അപ്പം ഞാൻ പറഞ്ഞല്ലേ ഇത് 2.0 ആണ്. ഉടനെ അല്ല ഇത് 3 ലിറ്റർ ആകുമ്പോൾ ഇത്രയും ഇങ്ങനെയൊക്കെ ഇത് സ്റ്റാർട്ട് ആകുന്നത് എന്ന് പറഞ്ഞു. ഓ ശരി. അത് പുള്ളിക്കാരൻ ഉടനെ പോയി ബോണറ്റ് തുറന്ന് നോക്കിയപ്പോൾ ശരിയാ ഇത് 2.2 എഞ്ചിനായിരിക്കുന്നത് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് എന്നോട് പറഞ്ഞത് അതെ ഈ 3 ലിറ്റർ ആണെങ്കിൽ ഇതിലും ഡിലേ എടുത്താൽ സ്റ്റാർട്ട് ആകുന്നത്, 2.2 ആയിട്ട് ഇത്രയും ക്വിക്കായിട്ട് സ്റ്റാർട്ട് ആകുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഈ ഗ്രൂപ്പിലെ വണ്ടികൾ ഈ മെസ്സേജിലും ഒക്കെ ഉള്ള പരിചയമുള്ളായിരുന്നു. വണ്ടി നമ്മൾ നേരിട്ട് പോയി വേറെ ആരുടെ അങ്ങനെ ഓടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ വേറെ വണ്ടി ഓടിക്കുകയൊക്കെ ചെയ്തപ്പം ഇതിന് ഡിലേ ഉണ്ടെന്ന് മനസ്സിലായി. അത് ഞാൻ നമ്മുടെ വേറൊരു ഫ്രണ്ടുണ്ട്, ആ ഫ്രണ്ട് വഴി പുള്ളിക്കാരൻ വർക്ക് ചെയ്യുന്ന വർക്ക്ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ സ്റ്റാർട്ടർ മോട്ടർ അഴിച്ച് ക്ലീൻ ചെയ്തു. അപ്പോൾ സ്റ്റാർട്ടർ മോട്ടർ അഴിച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് റെഡിയായി. അതിൻ്റെ ബ്രഷും ഏതാണ്ടൊക്കെ സോളിനോടോ ആർമച്ചറോ ഏതാണ്ടൊക്കെ പോയതായിരുന്നു. അങ്ങനത്തെ എന്തൊക്കെയോ മാറ്റി കഴിഞ്ഞപ്പോൾ നീണ്ട് നമ്മൾ സാധാരണ അങ്ങോട്ട് ക്രാങ്ക് ചെയ്യുമ്പോൾ തന്നെ അപ്പം തന്നെ വണ്ടി സ്റ്റാർട്ടാവും. അപ്പോൾ അതിൻ്റെ ഡിലേ എന്ന് പറഞ്ഞാൽ അതിന് ഡിലേ ഇല്ല, ഇങ്ങനെയാണ് വണ്ടി സ്റ്റാർട്ട് ആകേണ്ടത്. അപ്പോൾ ആ ഒരു കാര്യം പോലും നമ്മൾ വണ്ടി എടുക്കുന്നവരുടെ അടുത്ത് പറഞ്ഞു തരാൻ പോലും അറിയാത്ത ആൾക്കാരാണ് ആ ടാറ്റയിൽ നിൽക്കുന്നത്. അവർ ആ ഒരു രീതിയിലാണ് നമ്മളോട് സഹകരിക്കുന്നത്. ഞാൻ പിന്നെ നമ്മുടെ വണ്ടി എടുത്ത സമയത്ത് പവർ വിൻഡോസിനൊക്കെ കുറച്ച് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് അത് പവർ വിൻഡോ നമുക്ക് ചെയ്യാം, ഞങ്ങളൊന്ന് നോക്കട്ടെ, പക്ഷേ ഇത് ഫുള്ളായിട്ട് സ്റ്റോമിൻ്റെ കിറ്റ് കയറ്റിയാലേ ശരിയാകത്തുള്ളൂ, അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ മെയിൻ കാര്യം വേറൊന്നുമല്ല, ഞാനപ്പം വണ്ടി എടുത്ത സമയമല്ലേ, അപ്പം ഞാനത് കഴിഞ്ഞിട്ട് ഇവന്മാർ എല്ലാം അഴിച്ചു പണിതു വന്നിട്ടൊന്നും ശരിയായില്ലെന്ന് പറഞ്ഞു. ഇത്രയും എത്ര നല്ല സർവീസ് സെൻ്ററിൽ നമ്മളൊരു വർക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ ആ ഡോർ പാഡൊക്കെ ഒന്ന് അഴിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്കറിയാൻ പറ്റും. നമ്മൾ നോക്കിയിട്ട് അതിൽ അഴിച്ചതായിട്ടൊന്നും നമുക്ക് തോന്നിയിട്ടില്ല. അതിലൊരു സ്പ്രേ അടിച്ചതോ ഒരു ഗ്രീസ് വന്നതിൻ്റെ ഒരു പാടോ ഒന്നും കാണാൻ പോലും ഇല്ല, ബീഡിങ്ങിലോ ഒന്നും. അവസാനം നമ്മളിങ്ങനെ ഗ്രൂപ്പിൽ സംസാരിച്ച് കഴിഞ്ഞാൽ പറഞ്ഞ റബ്ബർ ബീഡിങ് ടൈറ്റ് ആകുന്നതാണ് ആദ്യത്തെ ഇഷ്യൂസ്. അപ്പോൾ ഒന്ന് റബ്ബർ ബീഡിങ് മാറ്റി കൊടുക്കുക, അല്ലെങ്കിൽ അത് ക്ലീൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ റബ്ബർ ബീഡിങ് ഞാനതെല്ലാം ഒന്ന് അത്യാവശ്യം ബ്രഷും ഒക്കെ വെച്ചൊന്ന് ക്ലീൻ ചെയ്ത് അതിനകത്ത് WD-40 സിലിക്കോൺ സ്പ്രേയും ഒക്കെ അടിച്ചു കഴിഞ്ഞപ്പം ആ പവർ വിൻഡോസ് കംപ്ലൈൻ്റ് ആയി മാറ്റണമെന്ന് പറഞ്ഞ സാധനങ്ങളെല്ലാം ഓക്കെ ആയി. ഇപ്പം തന്നെ ഞാൻ 4-5 വർഷമായിട്ട് ഇത് ഉപയോഗിക്കുന്നു, ഒരു പ്രശ്നവുമില്ല, നല്ല സ്മൂത്തായിട്ട് തന്നെ പവർ വിൻഡോസ് എല്ലാം വർക്കാകുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് പവർ വിൻഡോയുടെ എന്തോ ഒരു കംപ്ലൈൻറ്റ് വന്നായിരുന്നു. ഒരു പ്രാവശ്യം ഞാൻ ഇങ്ങനെ ഡൗൺ ചെയ്ത് കഴിഞ്ഞിട്ട് അത് അപ്പായില്ല, എന്തോ ഒരു ചെറിയൊരു പ്രശ്നം. അത് നമുക്കറിയാവുന്ന ഒരു ഇലക്ട്രീഷ്യൻ ഉണ്ട്, പുള്ളിക്കാരൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ അതെല്ലാം നോക്കി ക്ലിയർ ചെയ്ത് തന്നു. പിന്നെ അത് ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ കാര്യം. വണ്ടി നമ്മൾ സർവീസ് സെൻ്ററിലെ മോശമായ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് ഈ വണ്ടികൾക്ക് പറ്റുന്ന ഏറ്റവും വലിയ പ്രശ്നം. അല്ലാതെ വേറെ കാര്യങ്ങളൊന്നും അല്ല. ഈ വണ്ടിയൊക്കെ എല്ലാവരും ഈ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ വരുന്ന കംപ്ലൈൻറ്റുകൾ നമ്മളത് കണ്ടുപിടിച്ച് ക്ലിയർ ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. അതാണ് ഒരു വണ്ടിയെ നമ്മൾ നോക്കുക എന്നുള്ളതിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ. അല്ലാതെ നമ്മളൊരു വണ്ടി ഓടിച്ചു കുറേ എന്തൊക്കെയോ പണി ചെയ്തു അത് മാറ്റിയിടാനൊന്നും ചെയ്തില്ല, ചുമ്മായിട്ട് ഓടിച്ചു കഴിഞ്ഞിട്ട് കുറേ നാൾ കഴിയുമ്പോൾ അതിൻ്റെ ബാലൻസ് സാധനം കംപ്ലൈൻറ്റ് വരുമ്പോൾ ഈ ഫുൾ സാധനം മാറ്റേണ്ടി വരും. ആദ്യമായിരുന്നെങ്കിൽ അതിൻ്റെ കുറച്ച് സാധനം മാറ്റിയാൽ മതി. ഒന്നാമത്തെ കാര്യം സഫാരി എന്ന് പറയുന്നത് അന്നത്തെ ഒരു ടൈമിലെ വില കൂടിയ ഒരു വണ്ടിയാണ്. ഒരു മീഡിയം ഇച്ചിരി കുറച്ചുകൂടെ വിലയുള്ളൊരു വണ്ടി ആയതുകൊണ്ട് അതിൻ്റെ സ്പെയറിനല്ല അതിൻ്റേതൊക്കെ ആയിട്ടൊരു വിലയുണ്ട്. ഇതൊരു SUV വണ്ടിയും കൂടെ ഉണ്ട്, അതിൻ്റേതൊക്കെ ആയ ഒരു വിലയുണ്ട്. അപ്പോൾ നമ്മളത് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ ഇതെല്ലാം കൂടെ വരുമ്പോൾ പറയും ഈ വണ്ടി മൊത്തം പണിയാണ്, ഇതിന് ഇത്രയും ഭയങ്കര വിലയായി, ഞാൻ പണിത് ഞാനൊരു പരുവമായി എന്നുള്ള കംപ്ലൈൻറ്റുകൾ കേൾക്കാനേ ഉള്ളൂ. ഇത് നമ്മൾ കംപ്ലൈൻറ്റ് ആദ്യം വരുമ്പോഴേ നമ്മൾ ആ കംപ്ലൈൻറ്റ് സോർട്ട് ഔട്ട് ചെയ്ത് അതിൻ്റെ റീപ്ലേസ് ചെയ്യേണ്ട സാധനം റീപ്ലേസ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്കത് പ്രശ്നമില്ല. വണ്ടിക്ക് വേറെ പ്രശ്നങ്ങളോ കംപ്ലൈൻറ്റുകളോ ഒന്നും പിന്നീട് ഉണ്ടാകത്തില്ല. ഇത് നമ്മൾ കംപ്ലൈൻറ്റ് തീർക്കാതിട്ട് ഓടിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ പ്രശ്നം. ഒരു വണ്ടി നമ്മൾ വാങ്ങിച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് സർവീസ് ചെയ്യുമ്പോൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഉടനെ കൊണ്ട് സർവീസ് ചെയ്യും. ആരൊക്കെ സർവീസ് ചെയ്തിട്ട വണ്ടിയെന്ന് പറഞ്ഞാൽ നമ്മൾ കൊണ്ട് സർവീസ് ചെയ്യും. അപ്പം നമ്മൾ കുറേ സാധനങ്ങൾ അതിനകത്ത് സ്പെയറും കാര്യങ്ങളൊക്കെ മാറുകയും റെഡിയാക്കുകയൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും ആ വണ്ടി പെർഫെക്റ്റ് ആകത്തില്ല. അതിന് വേറെ ഇലക്ട്രിക്കൽസും അല്ലാതെ മെക്കാനിക്കൽസ് വേറെ എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിലൊക്കെ അടുത്ത ഓട്ടത്തിലേക്ക് ഇറക്കണം. അടുത്ത ഒരു 10,000 കിലോമീറ്ററിൻ്റെ സർവീസിനുള്ളിൽ വണ്ടിക്ക് എന്തെങ്കിലും വേറെ പ്രശ്നങ്ങളോ അതും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ക്ലീൻ അത് നമ്മൾ റെഡിയാക്കി സോർട്ട് ഔട്ട് ചെയ്ത് ഈ അടുത്തൊരു സർവീസ് കൂടെ ആകുമ്പോഴത്തേ ഏകദേശം വണ്ടിയുടെ കംപ്ലൈൻറ്റുകളെല്ലാം നമുക്ക് മനസ്സിലായി കഴിയും. ഒരു 10,000 കിലോമീറ്ററോളം ഒരു വണ്ടി ഓടുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ ഏകദേശം കുറച്ച് കംപ്ലൈൻറ്റുകളോടെല്ലാം കിട്ടിക്കഴിയും. ആ
ഒരു സർവീസ് കൂടെ കഴിഞ്ഞാൽ അടുത്തൊരു സർവീസ്, രണ്ട് സർവീസ് നമ്മൾ മൊത്തത്തിൽ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ആ വണ്ടിയുടെ കംപ്ലൈൻറ്റുകൾ മൊത്തവും തീരും. ശരിക്കും നമ്മൾ വണ്ടി ഇഷ്ടപ്പെട്ട് നമ്മളത് പണിയുന്നുണ്ടെങ്കിൽ അതിൻ്റെ കംപ്ലൈൻറ്റുകൾ മൊത്തം അത് തീരും. പിന്നീട് ആ വണ്ടിക്ക് കംപ്ലൈൻറ്റ് നിപ്പുണ്ടെങ്കിൽ നമ്മൾ കൊണ്ടുവന്നിടത്തുനിന്ന് ഇതിൻ്റെ കംപ്ലൈൻറ്റുകൾ ഐഡൻറ്റിഫൈ ചെയ്തില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. വേറെ പിന്നെ നമ്മളത് സോർട്ട് ഔട്ട് ചെയ്ത് കൊടുത്തിട്ടും ഇല്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. പിന്നെ വണ്ടിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളത് ശരിയാക്കാത്തത് കൊണ്ട് മാത്രമാണ് അത് ശരിയാകാതെ പോകുന്നത്. അപ്പം വണ്ടി എടുത്ത് ഒരു 2 സർവീസിനകത്ത് ഏത് സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുത്തതെന്ന് പറഞ്ഞാലും ഒരു 2 സർവീസിനുള്ളിൽ ഏത് വണ്ടിയാണെങ്കിലും പക്കയാവും. അത് ബാക്കി പിന്നീട് അത് ശരിയായില്ലെങ്കിൽ നമ്മുടെ കുഴപ്പം കൊണ്ട് മാത്രമാണ് ആ വണ്ടി ക്ലിയർ ആകാത്തത്. ഞാൻ ഈ വണ്ടി എടുത്തു. ഇതൊരു ബേസ് മോഡൽ LX ടാറ്റ സഫാരി ആയിരുന്നു. ഇതിൽ അവരൊരു സ്റ്റീരിയോ പോലും ഫിറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. അവരൊരു 10 വർഷത്തോളം ഉപയോഗിച്ചിട്ടും അവർ ഒരു സ്റ്റീരിയോ പോലും ഈ വണ്ടിയിൽ വെച്ചിട്ടില്ലായിരുന്നു. വണ്ടി അത്യാവശ്യം ബോഡി ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ബോഡി ക്വാളിറ്റി ഉണ്ടായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ വണ്ടി ഷെയ്പ്പ് ഔട്ട് ആയിട്ടില്ലായിരുന്നു. വണ്ടിയുടെ ഷെയ്പ്പ് ഔട്ട് ആകാത്ത രീതിയിൽ എന്ന് വെച്ചാൽ കൂടുതൽ ചളുക്കമോ വളവുകളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ബോഡി ഇല്ലാത്തതുകൊണ്ട് കാണുമ്പോൾ ഓവറോൾ ഒരു ലുക്ക് ഉണ്ടായിരുന്നു. പിന്നെ അവരൊരു കുറച്ച് നാൾ മുന്നേ ഇത് പെയിൻറ് ചെയ്തത് കൊണ്ട് അതിൻ്റെതായ ഒരു ഭംഗിയും കൂടെ വണ്ടിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ വണ്ടിയുടെ പ്ലാറ്റ്ഫോമിലൊക്കെ അത്യാവശ്യം റസ്റ്റിങ് ഉണ്ടായിരുന്നു, ഹോൾസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഈ ഒരു കണ്ടീഷനിലാണ് എനിക്ക് വണ്ടി കിട്ടിയത്. അപ്പം ഞാൻ വണ്ടി എടുക്കുന്ന സമയത്ത് ഒരു നോർമൽ ഒരു സഫാരി ഇത് LX മോഡൽ കിട്ടുന്നതിൻ്റെ കൂട്ട് തന്നെയാണ് എനിക്കിത് കിട്ടിയത്. ഇതിനകത്ത് ഒരു അഡീഷണൽ ഈ വണ്ടിയിൽ മാനുവൽ സെൻട്രൽ ലോക്ക് കമ്പനി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കൂടാതെ അവരൊരു റിമോട്ട് സെൻട്രൽ ലോക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് അത്ര പെർഫെക്റ്റ് അല്ലായിരുന്നു. വണ്ടി ഞാൻ എടുത്ത് ആദ്യത്തെ ഒരു സർവീസൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊരു ഫ്ലോർ മാറ്റൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ ഫുൾ വിനൈൽ മാറ്റ് ചെയ്തപ്പം സീറ്റും ഒക്കെ അഴിച്ചു കഴിഞ്ഞപ്പോൾ ഈ സഫാരിയുടെ സെൻട്രൽ ലോക്കിൻ്റെ യൂണിറ്റ് വരുന്ന ഡ്രൈവർ സീറ്റിൻ്റെ അടിയിലാണ് സെൻട്രൽ ലോക്കിൻ്റെ യൂണിറ്റ്. അപ്പോൾ അത് അഴിച്ച് തിരിച്ചൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. അപ്പോൾ അത് പിന്നെ വർക്കാകാതായി. അപ്പോൾ ഞാൻ പിന്നെ രണ്ടാമത് പുതിയ വേറെ സെൻട്രൽ ലോക്ക് വണ്ടിയിൽ ഫിറ്റ് ചെയ്യുമായിരുന്നു. ഇതിൽ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നേരത്തെ അവർ ചെയ്ത സെൻട്രൽ ലോക്കിൽ എന്തൊക്കെയോ ഒരു ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. കാര്യം ഇതിൻ്റെ ഈ നമ്മൾ ഈ സെൻട്രൽ ലോക്കിൻ്റെ ലോക്കൊക്കെ ചെയ്യുമ്പോൾ ഉള്ള ഇതിൻ്റെ ആ ഇൻഡിക്കേറ്റർ ആണല്ലോ ബ്ലിങ്ക് ചെയ്യേണ്ടത്. ഇതിൻ്റെ അവർ കൊടുത്തിരുന്ന ഡയറക്റ്റ് പാർക്ക് ലൈറ്റിലും ഒക്കെ ആയിരുന്നു കൊടുത്തിരുന്നത്. അപ്പോൾ അത് കാരണം വണ്ടി ഒന്ന് അൺലോക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഹെഡ്ലൈറ്റ് എല്ലാം അവിടെ മിന്നുന്നു. അപ്പം ഫോഗ് ലാമ്പ് അഡീഷണൽ കൊടുത്തേക്കുന്നത്, ഈ പാർക്കെ കൊടുത്തേക്കുന്നുണ്ട്, ഇതെല്ലാം കൂടെ ആയിരുന്നു എപ്പോഴും ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരുന്നത് ഈ അൺലോക്ക് ചെയ്യുമ്പോഴും ഒക്കെ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ അത് മാറ്റിയിട്ട് നോർമലായിട്ടുള്ള ഈ ഇത് സെൻട്രൽ ലോക്കിൻ്റെ ഡയറക്റ്റ് ഇൻഡിക്കേറ്ററിൽ കൊടുക്കുന്ന രീതിയിൽ വേറെ സെൻട്രൽ ലോക്കെല്ലാം വണ്ടിക്ക് ഫിക്സ് ചെയ്തു. അങ്ങനെ അതൊക്കെ ക്ലിയർ ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ ഞാനത് ഇതിൻ്റെ സ്റ്റീരിയോ വണ്ടിക്കില്ലായിരുന്നു. അപ്പോൾ സ്റ്റീരിയോ വേറെ ഞാൻ സോണിയുടെ സ്റ്റീരിയോ ഒക്കെ വേറെ വണ്ടിക്ക് വാങ്ങിച്ചു വെച്ചു. സ്റ്റീരിയോ, സ്പീക്കർ, അങ്ങനെ ബാക്കി കാര്യങ്ങളെല്ലാം പിന്നീട് വാങ്ങിച്ചു വെച്ചു. അപ്പോൾ അതാണ് ബേസ് മോഡൽ വണ്ടി എടുത്താൽ നമുക്കിതൊക്കെ ചെയ്യേണ്ടി വരും. പിന്നെ അതുപോലെ തന്നെ ഈ ബേസ് മോഡൽ വണ്ടിക്കുള്ള ഏറ്റവും വലിയൊരു പോരായ്മ എന്ന് പറഞ്ഞാൽ ഇതിന് സെൻട്രലൈസ്ഡ് AC വരത്തില്ല. സഫാരി പോലൊരു വണ്ടിക്ക് സെൻട്രലൈസ്ഡ് AC ഒരു മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. കാര്യം ഇത് ഇത്രയും വലിയൊരു വണ്ടി ആയതുകൊണ്ട് ഇതൊന്നും വണ്ടി ക്യാബിനും തണുത്ത് കിട്ടാൻ കുറച്ച് പാടാണ്. പ്രത്യേകിച്ച് വെയിലുള്ള സമയങ്ങളൊക്കെ ആണെങ്കിൽ ചൂടത്തൊക്കെ കിടന്നാൽ വണ്ടിയുടെ ക്യാബിൻ തണുക്കാൻ ഇച്ചിരി പാടാണ്. പിന്നെ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഗ്ലാസ് ഏരിയ, വിൻഡോ ഏരിയ എന്നൊക്കെ പറഞ്ഞാൽ ഇച്ചിരി വലിപ്പം കൂടിയ ഏരിയയാണ്. അപ്പം നല്ലതായിട്ട് വെയിലടിച്ച് വണ്ടിക്കകത്ത് കയറും. സൺഫിലിമാണ് ഒട്ടിക്കാനും പറ്റത്തില്ല. സൺബ്ലൈൻഡ് വെച്ചാൽ പോലും ഫൈൻ അടിക്കുന്ന സമയമാണ്. അപ്പം അതുകൊണ്ട് AC, സെൻട്രലൈസ്ഡ് AC വണ്ടിക്ക് വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടി സഫാരി എടുക്കുവാണെങ്കിൽ, സഫാരി, ഡൈക്കോ, സ്റ്റോം അങ്ങനത്തെ വണ്ടികൾ എടുക്കുവാണെങ്കിൽ നമ്മൾ EX മോഡൽ നോക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. EX മോഡൽ തൊട്ട് മേളിലോട്ടേ നോക്കാം. VX കിട്ടിയാൽ ഏറ്റവും നല്ലത്. അപ്പം EX എങ്കിലും എടുത്തില്ലെങ്കിലുള്ള സെൻട്രലൈസ്ഡ് AC തുടങ്ങിയ സാധനങ്ങളൊന്നും വണ്ടിയിൽ കാണത്തില്ല. പിന്നെ EX ഒക്കെ എടുക്കുവാണെങ്കിൽ നമുക്ക് ഈ ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ഡ്രൈവർ സീറ്റ്, സെൻട്രലൈസ്ഡ് AC അങ്ങനത്തെ കാര്യങ്ങൾ, പിന്നെ ഫോഗ് ലാംപ്സ്, ഫ്രണ്ട് ബാക്ക് ഫോഗ് ലാംപ്സ്, ഇലക്ട്രിക്കൽ ഫ്യൂവൽ ലിഡ് ഓപ്പണർ,
അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് ഈ വണ്ടി EX-നകത്താകുമ്പോൾ വരും. LX-നകത്താകുമ്പോൾ ഈ വക കാര്യങ്ങളെല്ലാം കുറവാണ് നമുക്ക്. പക്ഷേ വേറൊരു ഗുണം ഈ ടാറ്റയുടെ ഈ സഫാരിയിൽ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങൾക്കും ഉള്ളത് കോമൺ വയറിങ്. ഇപ്പോൾ ഫുൾ ഓപ്ഷൻ വണ്ടി ആണെങ്കിലും ബേസ് മോഡലാണെങ്കിലും എല്ലാത്തിനും കോമൺ വയറിങ് കിറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ സെൻട്രൽ കൺസോളിനകത്ത് ഡമ്മി സ്വിച്ചുകൾ ഇരിക്കുന്നതിൻ്റെ പുറകെ വന്നിരിക്കുന്ന കപ്ലർ എന്ന് പറഞ്ഞാൽ ഈ ഫുൾ സെറ്റ് സ്വിച്ച് വരുന്നതിൻ്റെ കപ്ലറായിരിക്കുന്നത്. അപ്പോൾ അത് കാരണം നമ്മൾ ഈ സ്വിച്ച് മാത്രം അഡീഷണൽ വാങ്ങിച്ച് ഇത് കണക്ട് ചെയ്താൽ മാത്രം മതി, വേറൊന്നും ചെയ്യും. ഒരു അഡീഷണൽ വയറിങ് ചെയ്യണ്ട. വണ്ടിയിൽ അത് ഫുൾ വയറിങ് ചെയ്തിട്ടേക്കുന്നുണ്ട്. ബാക്കി ഫോഗ് ലാമ്പ് വേണം, ഫോഗ് ലാമ്പ് അവിടെ ഫിക്സ് ചെയ്യുക, അവിടെയും കപ്ലർ വന്ന് കിടക്കുക. അത് കണക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. സ്വിച്ച് ഓൺ ആക്കിയാൽ ലൈറ്റ് കത്തും. അങ്ങനെ ഒരു ഗുണമുണ്ട്. നമ്മൾ അഡീഷണൽ വയറിങ് ഒന്നും ചെയ്യണ്ട. അതുപോലെ തന്നെ ഈ സ്റ്റീരിയോയുടെ ഫുള്ള് എന്ന് വെച്ചാൽ വെറും ഒരു ബേസ് മോഡൽ വണ്ടിയാണ്. അപ്പോൾ എന്നിട്ട് തന്നെ അതിൻ്റെ സ്പീക്കറിൻ്റെ, ട്യൂട്ടറിൻ്റെ എല്ലാത്തിൻ്റെ കണക്ഷൻ സെപ്പറേറ്റ് ആയിട്ട് വന്ന ഡോറിൻ്റെ, സ്പീക്കറിൻ്റെ പ്രൊവിഷൻ്റെ അവിടെ വന്ന് കിടപ്പുണ്ട്. നമുക്ക് ഒന്നും ചെയ്യണ്ട, വാങ്ങിക്കുക, വെക്കുക, വയറൊന്നും വലിക്കണ്ട. കറക്റ്റായിട്ട് വയറിങ് വണ്ടിക്കകത്തുണ്ട്. അതുപോലെ എല്ലാ സാധനങ്ങളുടെയും വയറിങ് ഈ വണ്ടിക്കകത്തുണ്ട്. ഈവൻ എനിക്ക് തോന്നുന്നു ചിലപ്പം ABS-ൻ്റെ എയർ ബാഗിൻ്റെയും വയറിങ് ഈ വണ്ടിയിൽ കാണും. ഈ ബേസ് മോഡൽ വണ്ടിയിൽ നമ്മൾ വാങ്ങിച്ച് ചിലപ്പം വെക്കാൻ പറ്റുമെങ്കിൽ ചിലപ്പം പറ്റുന്നൊരു കാര്യമായിരിക്കും ഈ ABS എയർ ബാഗും ഒക്കെ ചിലപ്പം. അത് പക്ഷേ ഭയങ്കര കോസ്റ്റ്ലി ആവും രണ്ടാമത് ഫിറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക്. പക്ഷെ ഞാൻ പറഞ്ഞു തന്നെ ഇത്രയേ ഉള്ളൂ, വണ്ടിയിൽ എല്ലാത്തിനുള്ള കോമൺ വയറിംഗ് ആണ് ഇട്ടേക്കണേ. അതുകൊണ്ട് എല്ലാം നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ മുമ്പേ നമ്മൾ പറഞ്ഞു വന്ന സർവീസിൻ്റെ കാര്യത്തിൽ ഇതിൻ്റെ സർവീസ് കോസ്റ്റിൻ്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ സർവീസ് കോസ്റ്റിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് സർവീസ് കോസ്റ്റ് ആകുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ വലിയൊരു സർവീസ് കോസ്റ്റ് ഒന്നും ഈ വണ്ടിക്ക് ആകാറില്ല. കാര്യം ഒരു 7 രൂപ 8 രൂപ അല്ലെ ഒരു 9 രൂപയ്ക്കകത്ത് നോർമൽ സർവീസ് വണ്ടിയുടെ ചെയ്തിറങ്ങും. പീരിയോഡിക് സർവീസ് നമുക്ക് ചെയ്തിറക്കാൻ പറ്റും. ഞാൻ വണ്ടി സർവീസ് ചെയ്യാൻ പോകുമ്പോൾ എഞ്ചിൻ ഓയിൽ, ഫിൽറ്റർ, അതുപോലെ തന്നെ ഗിയർ ഓയിൽ, ഡിഫറൻഷ്യൽ ഓയിൽ ഒക്കെ ചേഞ്ച് ചെയ്യാൻ പറയും. അപ്പോൾ അതനുസരിച്ച് അത് ചെയ്യും. അപ്പം ഡിഫറൻഷ്യൽ ഓയിലൊക്കെ അവർ പറയും ഒരു 20,000 കിലോമീറ്റേഴ്സിൽ മാറിയാൽ മതി. അപ്പം നമ്മൾ 10,000 കൊണ്ടുവരുന്നത്. അപ്പോൾ അവർ പറയും 20,000 മാറിയാൽ മതി എന്ന് പറയുന്നുണ്ട്. അത് ഒരു ഓൾട്ടർനേറ്റ് സർവീസിങ്ങിലാണ് നമ്മളത് ചേഞ്ച് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ബാക്കിയെല്ലാം അതിനത് മാറും. അതുപോലെ തന്നെ ഞാൻ ഈ റേഡിയേറ്ററിനത് കൂളൻറ്റും ഓരോ സർവീസിലും മാറാറുണ്ട്. ഞാൻ പറയാം എന്തായാലും 10-750 രൂപയുടെ കാര്യം വരുന്നുള്ളൂ. അപ്പം കൂളൻ്റ് കൂടെ മാറ്റാൻ പറയും. അത് മാറ്റി പുതിയത് ഒഴിക്കാൻ പറയും. അവരോട് പറയാറുണ്ട് നമ്മൾ കൂളൻ്റ് ഒന്ന് മാറ്റിയിട്ട് റണ്ണിങ് വാട്ടർ ഒഴിച്ചൊന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തിട്ട് പുതിയ ഒഴിച്ച് കഴിഞ്ഞാൽ ഈ റേഡിയേറ്ററിനകത്തുള്ള ബ്ലോക്കുകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഉണ്ടാകുന്നത് കുറയ്ക്കാൻ പറ്റും. അപ്പം റേഡിയേറ്റർ അപ്പം നല്ലതായിട്ട് വർക്കായിക്കോളും. അപ്പം സർവീസ് കോസ്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ സർവീസിന് ഇതൊരു SUV വണ്ടി ആയതുകൊണ്ട് ഇതിൻ്റെ ഫ്രണ്ട് സസ്പെൻഷൻ വരുന്നത് ഡബിൾ വിഷ്ബോൺ സസ്പെൻഷനാണ് വരുന്നത്. അല്ലാതെ മറ്റേ കാറിൻ്റെ കൂട്ടുള്ള മാക്ഫേഴ്സൺ സ്ട്രക്ട് അല്ലാത്തത് കൊണ്ട് തന്നെ ഈ ഇതുപോലെ തന്നെ ഈ ടൈറോയിഡിൻ്റെയും അങ്ങനത്തെ ബുഷുകളുടെയൊക്കെ ചിലപ്പം ഏതെങ്കിലും ബുഷുകളൊക്കെ പോകാറൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ ചില സമയങ്ങളിൽ ചില സർവീസിലൊക്കെ റീപ്ലേസ് ചെയ്യുന്നുണ്ട്, ചിലതിനകത്തൊന്നും വരത്തില്ല. അപ്പം നമുക്കിത് റീപ്ലേസ് ചെയ്യേണ്ട ഓരോ കാര്യം വന്നേക്കുന്നത് നേരത്തെ ഉള്ള വണ്ടി എനിക്ക് കിട്ടുന്നതിന് മുന്നേ ഓരോന്ന് അവർ മാറ്റിയിട്ടില്ലാത്തത് കൊണ്ട് എൻ്റെ ഓരോ സർവീസിൽ ഇത് ഓരോന്നിന് എന്തെങ്കിലും പ്രശ്നമായിട്ട് കാണുന്നുണ്ടെങ്കിൽ അത് മാറ്റി കൊടുക്കാറുള്ളത്. അപ്പോൾ ഈ ടൈറോയിഡിൻ്റോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ആദ്യത്തെ സർവീസ് തന്നെ മറ്റേ സ്റ്റെബിലൈസർ ബാറും ഒക്കെ മാറ്റി കൊടുത്തത് കൊണ്ടൊക്കെ പിന്നീട് അതൊന്നും മാറ്റേണ്ടിയൊന്നും വന്നിട്ടില്ല. പിന്നെ അത്യാവശ്യം വണ്ടി നമ്മൾ റഫായിട്ടൊന്നും ഉപയോഗിക്കാറില്ല. കാര്യം നമ്മൾ സ്പീഡിൽ ഓടിക്കത്തില്ലെന്നല്ല, സ്പീഡ് വണ്ടി ഓടിക്കാറുണ്ട്. പക്ഷെ നമ്മളങ്ങനെ കട്ടറിനകത്തൂടൊന്നും നമ്മൾ അങ്ങനെ വലിയ സ്പീഡിലൊന്നും ചാടിച്ച് ഓടിക്കാറില്ല. ഒന്ന് കൺട്രോൾ ചെയ്ത് മയത്തിൽ തന്നെയാണ് വണ്ടി ഓടിക്കുന്നത്. അതുകൊണ്ട് തന്നെ സസ്പെൻഷന് വേറെ ഇഷ്യൂസ് ഒന്നും എനിക്കങ്ങനെ വരാറില്ല. സൗണ്ടുകളൊന്നും വരവോ അങ്ങനത്തെ കംപ്ലൈൻറ്റുകളോ അങ്ങനെയൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. വണ്ടിയെ പറ്റി കുറേയൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുക. നമ്മൾ ഏത് വണ്ടി എടുക്കുന്ന ആ വണ്ടി എന്തുവാ എന്നുള്ളതും വണ്ടിയുടെ കാര്യങ്ങൾ എങ്ങനെയാണ്, ഇതിന് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ, കംപ്ലൈൻറ്റുകൾ, ഗുണങ്ങളും ദോഷങ്ങളും എല്ലാം നമ്മൾ അറിഞ്ഞിരുന്നിട്ട് വണ്ടി എടുക്കുന്നതാണ് നല്ലത്. ചുമ്മാ ഒരു ആഗ്രഹം കൊണ്ട് മാത്രം വണ്ടി എടുത്തിട്ടും കാര്യമില്ല. ആ വണ്ടി എടുത്താൽ നമുക്കത് സർവീസ് ചെയ്യാൻ പറ്റുമോ, കൊണ്ട് നടക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ നോക്കിയിട്ടും കൂടെ ഒരു വണ്ടി എടുക്കുന്നതാണ് നല്ലത്. നല്ലൊരു സർവീസ് സെൻ്ററൊക്കെ ഉണ്ടോ, അത് അറിയാൻ പറ്റുന്നത് നല്ല മെക്കാനിക് ഉണ്ടോ നമ്മുടെ വണ്ടി സർവീസ് ചെയ്യാൻ എന്നൊക്കെ ഉള്ളതെന്ന് അറിഞ്ഞിട്ടാണ് വണ്ടി എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്.
അപ്പം സഫാരി എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ റെസ്റ്റിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നോക്കുക. ഇതിന്റെ മെയിൻ ഒരു കാര്യം ബാക്കില് റിയർ ക്വാർട്ടർ ഗ്ലാസ് ഉണ്ട് സൈഡിൽ. അപ്പോൾ അതിന്റെ മേളിലൊരു ഫൈബറിന്റെ ഒരു ഫൈബർ പ്ലാസ്റ്റിക് ഒരു പീസ് ഉണ്ട്. അതൊരു ഹാൻഡിലും കൂടാണ്. എന്ന് വെച്ചാൽ അതിനകത്ത് നമുക്ക് ലോഡ് വെച്ച് കൊണ്ടുപോകുമ്പോൾ കെട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. വണ്ടിക്ക് റൂഫ് റെയിൽ ഉണ്ടെങ്കിലും ഇത് അഡീഷണൽ ആയിട്ട് നമുക്ക് ലഗേജ് കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന ഒരു കെട്ടാൻ വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്ന ഒരു പോർഷനാണ്. അപ്പോൾ ആ ഒരു പോർഷൻ അങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് അത് നമ്മൾ 2-3 നട്ട് ബോൾട്ടിലൊക്കെയാണ് അത് മുറുക്കി വെച്ചേക്കുന്നത്. അപ്പോൾ ഈ കാലപ്പഴക്കം കൊണ്ടും ഈ വെള്ളം ഇതിനിടയ്ക്കോട്ടൊക്കെ ഇറങ്ങി അവിടെ തുരുമ്പ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ക്വാർട്ടർ ഗ്ലാസിൻ്റെ അവിടെ ഈ റെസ്റ്റിംഗ് ഉണ്ടാകാൻ മിക്കവാറും സാധ്യതയുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെ തുരുമ്പ് പിടിച്ചാൽ ആ വണ്ടിക്ക് അകത്ത് വെള്ളം ഇറങ്ങും. നമ്മൾ അറിയത്ത് പോലും ഇല്ല. കാര്യം ഈ വണ്ടിയുടെ അത്യാവശ്യം വണ്ടിക്കകം എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഇവർ സീൽ ചെയ്തിട്ടുണ്ട്. കാര്യം എന്ന് വെച്ചാൽ എല്ലാം ഫൈബറും പ്ലാസ്റ്റിക് പാർട്സും വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്വാർട്ടർ ഗ്ലാസിൻ്റെ സൈഡിലെല്ലാം ഈ പ്ലാസ്റ്റിക് വെച്ച് കവർ ചെയ്തേക്കുന്നതുകൊണ്ട് ഈ വെള്ളം വെളിയിലോട്ട് വീഴുന്ന പോർഷൻ എവിടെയെങ്കിലും തുരുമ്പിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അകത്ത് അറിയത്തുള്ളൂ. അല്ലെങ്കിൽ ഈ കാണുന്ന പ്ലാസ്റ്റിക്കിനകത്തൂടെ വെള്ളം ഒഴുകി നമ്മുടെ ഫ്ലോറിൽ ചെന്ന് ഫ്ലോറിലായിരിക്കും തുരുമ്പെടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മളത് അറിയത്ത് പോലും ഇല്ല. എന്നേലും കാലത്ത് നമ്മൾ ആ സൈഡിലത്തെ പാനൽ അഴിക്കുമ്പോൾ മാത്രമാണ് അറിയുന്നത് അവിടെ ഇങ്ങനെ ഒരു തുരുമ്പുണ്ടായിരുന്നു, ഹോളിൽ കൂടെ വെള്ളം വരുന്നുണ്ടായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതൊരു മെയിൻ ഏരിയയാണ് ഈ വണ്ടിയുടെ തുരുമ്പ് പിടിക്കാൻ സാധ്യതയുള്ളത്. പിന്നെ ഇതിൻ്റെ ഒരു പോരായ്മയായിട്ട് പറഞ്ഞാൽ ഇതിൻ്റെ ഈ സ്കഫ് പ്ലേറ്റുകൾ, നമ്മുടെ ഡോറിനടുത്ത സ്കഫ് പ്ലേറ്റുകളെല്ലാം ഈ ബോഡിയെ തന്നെ എന്ന് വെച്ചാൽ അടിയിലത്തെ പ്ലാറ്റ്ഫോമിൽ അണ്ടർ പ്ലാറ്റ്ഫോമിൽ ഒരു ഹോൾ ഇട്ടിട്ട് അതിലോട്ടാണ് ഇത് വന്ന് അടച്ചു വെക്കുന്നത്, ക്ലിപ്പുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അടിയിൽ നിന്ന് വെള്ളം അടിച്ച് കയറുന്ന സമയത്ത് ആ ഹോളിന് അവിടെ എന്തായാലും ഒരു ഈർപ്പം ഉണ്ടായി അവിടെ തുരുമ്പെടുക്കാൻ എല്ലാ സാധ്യതയും ഉണ്ട്. അത് അല്ലാതൊരു എന്തെങ്കിലും ഒരു ക്ലിപ്പ് പോലും വെൽഡ് ചെയ്ത് കൊടുത്തിട്ട് അതേലോട്ട് ഈ ഇതൊക്കെ അടച്ചു വെക്കുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാനാ, അതിങ്ങനെ ചെയ്തേക്കുന്നത് കൊണ്ട് വണ്ടിയിൽ തുരുമ്പെടുക്കാൻ ഫ്ലോറിൽ അവിടെ സാധ്യത കൂടുതലാണ്. പിന്നെ സഫാരിയുടെ ഒരു തുരുമ്പെടുക്കാൻ സാധ്യതയുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ വൈപ്പറാമിൻ്റെ അടിവശം. അപ്പം വൈപ്പറാമിൻ്റെ അടിവശത്ത് ഈ ഇതുവഴി കരിയിലകളുമൊക്കെ അവിടെ വെൻറ്റുകൾക്കകത്തൂടെ കയറി അവിടെ ബ്ലോക്ക് ആയി കിടന്നിട്ട് വൈപ്പറാമിൻ്റെ അവിടെ അടിവശം റസ്റ്റിംഗ് ഉണ്ടായി വണ്ടിക്ക് അകത്തോട്ട് ക്യാബിലോട്ട് വെള്ളം വീഴാനുള്ള സാധ്യത ഉള്ളൊരു സ്ഥലമാണ് അതൊന്ന്. പിന്നെ അതുപോലെ തുരുമ്പ് പിടിക്കുന്നൊരു സാധ്യത ഉള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ എ പില്ലർ ബി പില്ലറിൻ്റെ ഇതുവഴി ഈ വെള്ളം ഒഴുകി പോകുന്ന ചാനൽ എന്ന് പറഞ്ഞാൽ ഡോർ വന്ന് ക്ലോസ് ആകുന്ന ഈ ചാനലിൻ്റെ മണ്ടയിൽ കൂടെ. അപ്പം ബോഡിയിൽ തന്നെയാണ് ഈ ചാനൽ കൊടുത്തിരുന്നത്. അപ്പം ആ ചാനലിന് അതുവഴി നമ്മൾ ഈ വെള്ളം ഇങ്ങനെ എ പില്ലറിന് താഴോട്ട് പോകുന്നിടത്ത് ഈ ഒരു റബ്ബർ ബീഡിങ് ഉള്ളതുകൊണ്ട് അവിടെ കരിയിലേക്ക് വന്ന് അടിഞ്ഞുകൂടും. പിന്നെ എന്നിട്ട് അവിടെ അത് തുരുമ്പ് പിടിക്കാനും ഒക്കെ സാധ്യതകളുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വണ്ടിയിൽ തുരുമ്പ് പിടിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ. പിന്നെ നമ്മുടെ സെൻട്രലൈസ്ഡ് എ സിയുടെ പൈപ്പ് പോകുന്നത് ബി പില്ലറിന് അതുവഴിയാണ്. അപ്പം അവിടെ ഈ എന്തെങ്കിലും ഈ എ സിയുടെ ഔട്ട്ലെറ്റ് പൈപ്പ് എന്തെങ്കിലും ബ്ലോക്ക് ആവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ വെള്ളം വണ്ടിക്ക് അകത്ത് വീഴും. അപ്പോൾ ഈ തണുപ്പുള്ള വെള്ളം കൂടെ ആയതുകൊണ്ട് പെട്ടെന്ന് തുരുമ്പ് പിടിക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പം അതും ഈ ഫ്ലോറിലോട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഫ്ലോറിൽ അവിടെ ഒരു ഹോൾ വരും ബി പില്ലറിൻ്റെ അടുത്ത്, അതുവഴിയാണ് ഈ പൈപ്പ് താഴെ കൂടെ പോവുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതും ഒരു തുരുമ്പ് പിടിക്കാനുള്ള ഒരു സാധ്യത കൂടുതലായിട്ടുള്ളൊരു സ്ഥലമാണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ തുരുമ്പ് പിടിക്കാനൊക്കെ കൂടുതലുള്ള സാധ്യതയുള്ള സ്ഥലങ്ങൾ. പിന്നെ അല്ലാതുള്ളത് പീരിയോഡിക് സർവീസ് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ റീപ്ലേസ് ചെയ്യാനുള്ള സാധനങ്ങൾ കണ്ടെങ്കിൽ അത് റീപ്ലേസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഒരു 1,00,000 കിലോമീറ്റേഴ്സ് ആകുമ്പോഴത്തേക്ക് മിക്കവാറും ഏത് വണ്ടിയാണേലും നമ്മുടെ ഓസുകൾ പറ്റുന്നതൊക്കെ റീപ്ലേസ് ചെയ്ത് കൊടുക്കുക. റേഡിയേറ്റർ ഓസുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ റീപ്ലേസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി ഈ വഴിയിൽ ബ്രേക്ക് ഡൗൺ ആവുക എന്നുള്ളൊരു സംഭവം കുറഞ്ഞു കിട്ടും. അപ്പം നമുക്ക് ഓസ് ലീക്കായി പൊട്ടി അതുകൊണ്ട് റേഡിയേറ്റർ ഓവർ ഹീറ്റായി അങ്ങനത്തെ സംഭവങ്ങളൊന്നും വരാതെ നമുക്ക് വണ്ടി കൊണ്ടു കിടക്കാൻ പറ്റും. ആ ഒരു 1,00,000 കിലോമീറ്റേഴ്സ് ആകുമ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ ഒന്ന് റീപ്ലേസ് ചെയ്ത് കൊടുത്താൽ വളരെ നല്ലതാണ്. പിന്നീട് സഫാരിയിൽ തോന്നിയ ഒരു പോരായ്മ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ട് എ സിയാണ്. ഡൈക്കോറിൻ്റെ കാര്യമാണ്, ഫ്രണ്ട് എ സിയുടെ കാര്യമാണ്. അപ്പം എ സി ഇതിന് എയർ ഫിൽറ്ററോ തുടങ്ങിയ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം ഇതിനകത്തുള്ള അഴുക്കും പൊടിയും എല്ലാ കാര്യങ്ങളും ഈ കൂളിംഗ് കോയിലിൽ നിന്ന് ഡയറക്റ്റ് വലിച്ചെടുക്കുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ അപ്പം അതൊക്കെയാണ് ഇതിൻ്റെ ഒരു എ സിയുടെ ഒരു പോരായ്മ. പിന്നെ
സെൻട്രലൈസ്ഡ് AC ഉള്ള വണ്ടിയാണെങ്കിൽ പിന്നെ കൂളിങ്ങിൻ്റെ കാര്യത്തിൽ ഒരു പ്രശ്നവുമില്ല. അത്യാവശ്യം നല്ല കൂളിംഗ് ഉണ്ട് വണ്ടിക്ക്. നമുക്ക് ഫ്രണ്ടിൽ AC ഉണ്ട്, 4 AC വെന്റിലേഷൻ ഉണ്ട്. അതുപോലെ തന്നെ എല്ലാ മോഡലിലും ഫ്ലോർ കൺസോൾ സെക്കൻഡ് റോയിൽ നമുക്ക് ഫ്ലോർ കൺസോളിൽ AC വെൻ്റ് ഉണ്ട്. അതുകൂടാതെ സെക്കൻഡ് മോഡൽ തൊട്ട് വേരിയൻ്റ് തൊട്ട് നമുക്ക് സെൻട്രലൈസ്ഡ് AC ഡൈക്കോറിന് കിട്ടുന്നത് കൊണ്ട് AC-യുടെ കാര്യത്തിൽ കൂളിങ്ങിൻ്റെ കാര്യത്തിൽ വലിയൊരു പ്രശ്നമില്ല. പിന്നെ ഒരു ഗ്ലാസ് ഏരിയ വലിയതായതുകൊണ്ട് ഭയങ്കരമായിട്ട് ചൂട് വണ്ടിക്ക് അതോട്ട് അടിച്ച് കയറിക്കൊണ്ടിരിക്കും. അപ്പം അതൊരു ചൂട് ഭയങ്കരമായിട്ട് വണ്ടിയിൽ കയറും. അതൊരു വലിയൊരു പോരായ്മ തന്നെയാണ്. അതുപോലെ ഫ്രണ്ട് ഗ്ലാസും ഫ്രണ്ട് വിൻഷീൽഡും വലിയ വിൻഷീൽഡ് ആയതുകൊണ്ട് നല്ലതായിട്ട് വെയിൽ വണ്ടിക്കകത്തോട്ട് അടിച്ച് കയറുന്നുണ്ട്. അപ്പോൾ അതും ഒരു ചൂട് വണ്ടിക്കകത്തോട്ട് കൂടും. ഇതൊക്കെയാണ് അങ്ങനെ ഉള്ളൊരു നെഗറ്റീവായിട്ട് തോന്നുന്നൊരു കാര്യം. പിന്നെ വണ്ടി ഒരു വെയിറ്റുള്ളൊരു വെഹിക്കിളാണ്. ഒരു വെയിറ്റുള്ള വെഹിക്കിൾ ആയതുകൊണ്ട് തന്നെ നമ്മളെ ഡ്രൈവിങ്ങിന് അത് ഓരോ രീതിയിലും അത് ബാധിക്കാറുണ്ട്. ചില സമയങ്ങളിൽ നല്ലതും ചില സമയങ്ങളിൽ ദോഷമായിട്ടും തോന്നും. ഒരു വെയിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഒരു സഡൻ പിക്കപ്പ് ഇപ്പം ഇതിനകത്തും സ്കോർപിയോയിലും ഒക്കെ ഇരിക്കുന്നത് ഏകദേശം ഒരേപോലെ 2.2 എഞ്ചിൻ AVL സോഴ്സ് ചെയ്യുന്ന എഞ്ചിനാണെങ്കിലും ഇതിന് 140 bhp ഉണ്ട്. എങ്കിലും ഇതിന് വെയിറ്റ് കൂടുതലുള്ളതുകൊണ്ട് സ്കോർപിയോയുടെ കൂട്ടൊരു സഡൻ പിക്കപ്പ് സഫാരിക്ക് കിട്ടാറില്ല. അപ്പം ഈ വെയിറ്റ് ഉള്ളത് ആണ് ഇതിൻ്റെ ഒരു ഡ്രൈവിങ്ങിൽ നമുക്ക് വരുന്നൊരു പോരായ്മ എന്ന് പറയുന്നൊരു കാര്യം. പിന്നെ ഈ വെയിറ്റ് ഉള്ളത് കൊണ്ടും നമുക്ക് റൈഡിൻ്റെ കാര്യത്തിൽ ഉള്ള കാര്യം പറഞ്ഞാൽ നല്ല ഒരു റൈഡ് ക്വാളിറ്റി ഉണ്ട് വണ്ടിക്ക്. നമുക്ക് ഹൈവേ സ്പീഡിലൊന്നും പോയാലും നമുക്കൊരു അണ്ടർ കൺട്രോളൊന്നും ആകത്തില്ല. വണ്ടി നല്ല സ്റ്റേബിളായിട്ട് തന്നെ നിന്നോളും. അതിലൊന്നും ഒരു മോശമില്ല. സഫാരി അത്യാവശ്യം നല്ല യാത്രാസുഖമുള്ളൊരു വണ്ടി തന്നെയാണ്. നല്ല സ്പേഷ്യസ് ഇൻറ്റീരിയറുമാണ്. നമുക്ക് സെക്കൻഡ് ഒരു വണ്ടി 5 സീറ്റ് വണ്ടി ഒരു SUV ഉപയോഗിക്കണമെന്ന് തോന്നുന്ന ഒരാൾക്ക് സഫാരി എടുക്കാവുന്നതേ ഉള്ളൂ. നല്ലൊരു വണ്ടി നോക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. 5 സീറ്റ് നല്ലതായിട്ട് നമുക്കിരുന്ന് യാത്ര ചെയ്യാൻ പറ്റും. ബാക്കിലത്തെ സീറ്റ് എന്ന് പറഞ്ഞാൽ ഇരിക്കാൻ പറ്റത്തില്ലെന്നൊന്നുമല്ല, ഇരിക്കാനൊക്കെ പറ്റും. പക്ഷെ അത് കൊച്ചു സീറ്റാണ്, ബേബി സീറ്റാണ്, സൈഡ് ഫേസിങ് സീറ്റാണ്. കുട്ടികൾക്ക് നല്ലതാണ്. പക്ഷെ സീറ്റ് ബെൽറ്റ് ഇല്ലാത്തതുകൊണ്ട് അത് റിസ്ക് ആണ് അവരെ ഇരുത്തുന്നത്. ഒരു ഇച്ചിരി പ്രായമായ കൊച്ചുകുട്ടികളൊരു 7, 8, 9, 10 വയസ്സൊക്കെ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ സുഖമാണ്. നല്ല അവർക്ക് പറ്റിയ നമ്മൾ ഈ വീടുകളിൽ കുട്ടികൾക്ക് വാങ്ങിക്കുന്ന കൊച്ചു സീറ്റ് ഉണ്ടല്ലോ, ആ ഒരു സീറ്റിൻ്റെ കൂട്ടേ ഉള്ളൂ. ആ സീറ്റ് ഒരു കുഞ്ഞു സീറ്റാണ്. സ്കോർപിയോയുടെ കൂട്ടൊന്നും അത്ര വലിയ വലിപ്പമില്ല, കുഞ്ഞു സീറ്റാണ്. ഇരിക്കാം. ഒരു പ്രായമുള്ളവർക്കും അതിലിരിക്കാം. ഞാനൊക്കെ അവിടെ ഇരുന്ന് നോക്കിയിട്ടുണ്ട്. പിന്നെ എനിക്ക് തലയിടിക്കും മേളിൽ ഇരുന്ന്. അവിടെ ഇരുന്നാൽ മേളിൽ തലയിടിക്കും. ലോങ് ഡ്രൈവ് പോയെന്ന് പറഞ്ഞാൽ നമുക്ക് ഇരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഒരാൾ അവിടോട്ട് ഇരുന്നാൽ ബാക്കിൽ ഇരുന്നാൽ കാല് നീട്ടി അപ്പുറത്തെ സൈഡിലോട്ടൊക്കെ വെച്ച് കഴിഞ്ഞാലൊക്കെ ഇരിക്കും. പക്ഷെ നമുക്ക് അത്ര കംഫർട്ടബിളായിട്ട് നമുക്കങ്ങനെ ദൂരെ യാത്ര ചെയ്യാൻ പ്രയാസമാണ്. പിന്നെ അതിനേക്കാളിലും പ്രയാസം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കയറി ഇറങ്ങുന്നതും ബാക്കിലൊരു പ്രയാസമാണ്. കാര്യം ബാക്കിൽ മറ്റേ ഈ നമ്മുടെ ഡീസൽ ടാങ്കും ഒക്കെ വരുന്നത് കൊണ്ട് അങ്ങ് കിളന്നാണ് ബാക്ക് ഇരിക്കുന്നത്. അപ്പോൾ അവിടെ കയറാൻ ഒരു സ്റ്റെപ്പ് വണ്ടിയുടെ ബമ്പറിനകത്ത് അവർ കൊടുത്തിട്ടുണ്ടെങ്കിലും അത് നമ്മൾ ഹാൻഡ് റെയിലൊക്കെ പിടിച്ച് കയറുക എന്നുള്ളത് ഒരു ടാസ്ക് തന്നെയാണ്. ഈ ബാക്കിലോട്ട് കയറുന്നത് അത് പ്രായമുള്ളവർക്കൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ട് തന്നെയാണ്. പിന്നെ ഇറങ്ങുന്നത് അതിനേക്കാളിലും ബുദ്ധിമുട്ടാണ്. കാര്യം ഇറങ്ങാൻ നമ്മൾ നോക്കുമ്പോൾ ഭയങ്കര കളരമായിട്ട് തോന്നും. എല്ലാവരും കയറുന്നതിൻ്റെ കൂട്ട് തന്നെ ഇറങ്ങിക്കഴിഞ്ഞാൽ എളുപ്പമാണ്. നമ്മളെങ്ങനെ അങ്ങോട്ട് കയറുക അതേപോലെ തന്നെ റിവേഴ്സ് തിരിഞ്ഞ് തന്നെ ഇറങ്ങുക. അല്ലാതെ തിരിച്ച് ഇറങ്ങി വരരുത്. മുന്നോട്ട് നോക്കി ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങാൻ ബുദ്ധിമുട്ടായിട്ട് വരും. പുറം തിരിഞ്ഞ് തന്നെ നമ്മളത് ഇറങ്ങുവാണെങ്കിൽ ബുദ്ധിമുട്ടില്ല ഇറങ്ങാൻ. പിന്നെ ഈ പ്രായമുള്ളവർക്ക് ഈ വണ്ടിയിൽ അല്ലാത്ത വണ്ടിയുടെ ബാക്കിയുള്ള ക്യാബിനിലോട്ട് കയറാനും ഒരിച്ചിരി ബുദ്ധിമുട്ടാണ്. കാര്യം ഇച്ചിരി ഹൈറ്റ് ഉള്ളൊരു വണ്ടിയാണ്, ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളൊരു വണ്ടി ആയതുകൊണ്ട് നമുക്ക് കയറാൻ ഇറങ്ങാനൊക്കെ ഇച്ചിരി ഒരു പ്രായമുള്ളവർക്കൊരു ബുദ്ധിമുട്ടായിട്ട് വരും. ഈ വണ്ടിയിലോട്ട് കയറുക എന്ന് പറയുന്നതിനേക്കാളും നല്ലത് ഗെറ്റിംഗ് ഇൻ ടു ദ കാർ എന്ന് പറയുന്നതിനേക്കാളും നല്ല ക്ലൈംബിങ് ഇൻ ടു ദ കാർ. വലിഞ്ഞ് നമ്മൾ കയറുമോ ഈ വണ്ടിക്കകത്തോട്ട്, അങ്ങനെ ഒരു കാര്യമാണ്. നമ്മൾ ഈ വണ്ടിയിലോട്ട് വലിഞ്ഞ് തന്നെയായി കയറുന്നത്. കാര്യം വണ്ടി നല്ല കളരം
ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ആ ഫുഡ് സ്റ്റെപ്പേ ചവിട്ടി വേണം നമ്മളിത് ഇതിനകത്തോട്ട് കയറാൻ. എഞ്ചിൻ സൈഡും പവറിന് പറയുവാണെങ്കിൽ 2.2 ലിറ്റർ എഞ്ചിനാണ്, 140 bhp പവറുണ്ട്. അത്യാവശ്യം നല്ല പവർ എടുത്ത് ഓടിക്കാൻ നമുക്കൊരു ബുദ്ധിമുട്ടും ഇല്ല, നല്ല സ്പീഡിൽ വണ്ടിയൊക്കെ കയറിക്കോളും. പിന്നെ വെയിറ്റ് ഉള്ളൊരു വണ്ടിയും കൂടാണ്, അത് നമ്മൾ മനസ്സിൽ കരുതി ഓടിക്കുക. പിന്നെ മെയിനായിട്ട് ഇതിൻ്റെ വലിപ്പം ഇച്ചിരി കൂടുതലുള്ളൊരു വണ്ടിയാണ്, ഒരു വീതിയും നീളവും എല്ലാം കൂടുതലുള്ളത് കൊണ്ട് നമ്മൾ ട്രാഫിക്കിൽ ഓടിക്കുമ്പോൾ ഉള്ള ഒരു ചെറിയൊരു ബുദ്ധിമുട്ട്, കാരണം ഈ വലിപ്പം നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഓടിക്കണം. പിന്നെ ട്രാഫിക്കിൽ പാർക്ക് ചെയ്യാനും ഒരിച്ചിരി സ്ഥലം വേണം. ഇതിന് ടേണിംഗ് റേഡിയസ് ശകലം കുറവാണ് ഈ വണ്ടിക്ക്, അതാണ് മെയിൻ കാര്യം. ടേണിംഗ് റേഡിയസ് ശകലം കുറവാണ്. അപ്പോൾ സ്റ്റോമിനാണെങ്കിൽ ഇതിലും കുറച്ച് സ്ഥലം മതി തിരിക്കാൻ, പക്ഷെ ഡൈക്കോറിന് കുറച്ചുകൂടെ സ്ഥലം വേണം. അപ്പം വണ്ടി തിരിച്ച് ഓടിച്ചെടുക്കുക എന്നുള്ളത് ഒരിച്ചിരി ചില സമയത്ത് ഒരു ടാസ്ക്കായിട്ട് മാറാറുണ്ട്. നമുക്ക് ഏത് സ്ഥലത്ത് വേണമെങ്കിലും എവിടെ വേണേലും വീതി ഉണ്ടെങ്കിൽ നമുക്കിത് കൊണ്ട് കയറ്റി തിരിച്ചെടുത്തുകൊണ്ട് പോരാനൊക്കെ പറ്റും, അതിനൊന്നും ഒരു പ്രശ്നവുമില്ല. വണ്ടി അണ്ടർ പവേർഡായിട്ടൊന്നും തോന്നാറില്ല, നല്ല പവർഫുള്ളായിട്ടുള്ള എഞ്ചിനും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പവറിൻ്റെ കാര്യത്തിലൊന്നും നമുക്കൊരു പ്രശ്നമൊന്നും തോന്നാറില്ല. പിന്നെ നമ്മുടെ ന്യൂ ജനറേഷൻ വണ്ടി പോലെ അങ്ങ് ഭയങ്കരമായിട്ട് കുതിച്ചു കയറി ഉള്ള സഡൻ പിക്കപ്പ് ഒന്നും അല്ല നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. ഈ ഒരു 2.2 എഞ്ചിൻ തരാവുന്നതിൻ്റെ ഡീസൻ്റ് ആയിട്ടുള്ളൊരു പവർ വണ്ടിക്ക് തരുന്നുണ്ട്. വണ്ടി ഒരിക്കലും വലിക്കാതെ പോകുമെന്നോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും 2.2 എഞ്ചിനില്ല. 3 ലിറ്റർ ആണെങ്കിലും മോശമില്ല, നല്ല പവർഫുൾ എഞ്ചിനാണ് അത് വരുന്നത്. അത് ആകുമ്പോൾ 115 bhp പവർ വരുന്നൊരു എഞ്ചിനാണ് അതിൽ വരുന്നത്. പിന്നെ ഒരു സഫാരി നോക്കുമ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ സ്റ്റോം നോക്കുന്നത് കുറച്ചുകൂടെ നല്ലതാണ്. അതാകുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ റൈഡ് ക്വാളിറ്റിയും ഹാൻഡ്ലിങ്ങും എല്ലാം ആ വണ്ടിയിൽ കുറച്ചുകൂടെ ബെറ്ററാണ് ഈ ഡൈക്കോറിനെക്കാട്ടിലും സ്റ്റോം എടുക്കുവാണെങ്കിൽ. അപ്പം സ്റ്റോം വാരിക്കോർ 400 ലാസ്റ്റ് എഡിഷൻ സീരീസ് എടുക്കുവാണെങ്കിൽ അത് അതിൻ്റെ VX മോഡലിൽ മാത്രമേ ഉള്ളൂ വാരിക്കോർ 400 NM ടോർക്കുള്ള എഞ്ചിൻ വരുന്നത്. അതെടുക്കുവാണെങ്കിൽ നല്ലതാണ്. ഏറ്റവും സഫാരിയിൽ ഏറ്റവും പവർഫുൾ സീരീസ് വണ്ടി ഇറങ്ങിയത് അതാണ്, ഏറ്റവും പവറുള്ള സഫാരി അതായിരുന്നു. നമുക്ക് നല്ല പവർ ഡെലിവറിയാണ് ആ വണ്ടി തരുന്നത്. ഡൈക്കോറൊക്കെ വെച്ച് നോക്കി കഴിഞ്ഞാൽ ഫാർ ബെറ്ററാണ് വണ്ടി. മെയിൻ SUV ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക്, ഈ SUV വണ്ടിയുടെ ക്യാരക്ടേഴ്സ് എന്തുവാന്ന് അറിഞ്ഞ് എടുക്കുന്നവർക്ക്, അറിഞ്ഞെടുക്കുന്നവർക്ക് ഇഷ്ടപ്പെടും വണ്ടി ഈ സഫാരി. അല്ലാതെ വേറെ പ്രശ്നങ്ങളില്ല. ഇതൊക്കെയാണ് ഇതിൻ്റെ എനിക്കുണ്ടായ സർവീസിലുണ്ടായ കാര്യങ്ങളും ഒക്കെ. ബാക്കിയൊക്കെ ഞാൻ തന്നെ കുറേയൊക്കെ ഇതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഡിക്കി ഡോറ് എൻ്റെ പ്രീവിയസ് ഓണർ റിവേഴ്സ് എടുത്തപ്പോൾ ഒന്ന് തട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ റിവേഴ്സ് ഗ്ലാസ് റിയർ ഗ്ലാസ് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പം അത് മാറി ഡോറ് കട്ട് ചെയ്തപ്പോൾ എന്തോ ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പം ഞാൻ വാങ്ങിയ സമയത്ത് ഈ ഡോർ അടയ്ക്കുമ്പോൾ വെള്ളം അകത്ത് വീഴുമായിരുന്നു, മഴയത്ത് ചെറുതായിട്ട്. അപ്പോൾ അത് ഞാൻ നമ്മുടെ ടാറ്റയുടെ ഓതറൈസ്ഡ് സർവീസ് സെൻ്ററിൽ കൊണ്ടിട്ട് 2 ദിവസം വണ്ടി ഇട്ട് അവർ അടയ്ക്കുകയും തുറക്കുകയും ഞാൻ പിറ്റേ ദിവസം ചെന്നപ്പോഴും അവിടെ അടയ്ക്കുകയും തുറക്കുകയും വെള്ളം അടയ്ക്കുകയും ഒക്കെ ചെയ്തൊക്കെ നോക്കി എന്തൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് തന്നിട്ട് പറഞ്ഞു ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ വാട്ടർ സ്പ്രേ വെച്ച് അടിച്ചു നോക്കിയിട്ട് ഓക്കെ ആണ്, വെള്ളമൊന്നും വീഴുന്നില്ല, പക്ഷെ മഴ പെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞിട്ടൊക്കെ തന്നു കിട്ടും. ഞാൻ വീട്ടിൽ ചെന്ന് ഓസ് വെച്ച് അടിച്ചപ്പോൾ തന്നെ ദാണ്ട് കിടക്കുന്ന വെള്ളമൊക്കെ അകത്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ചെറിയ എന്തൊരു ബീഡിങ്ങിൻ്റെ ഒരു ഗ്യാപ്പാണ് വന്നേക്കുന്നത്. ഒന്നിൽ ആ ബീഡിങ് പഴക്കമുള്ളതുകൊണ്ട് കുറേ അങ്ങനെ ചമ്മി ഇരിക്കുവാണ്. അപ്പോൾ അതൊന്ന് മാറ്റിയാൽ ചിലപ്പോൾ അത് തീരാനുള്ള പ്രശ്നമേ കാണത്തുള്ളൂ. അപ്പോൾ ഞാൻ ബീഡിങ് മാറ്റുന്ന കാര്യത്തിനേക്കാളും മുന്നേ ഒരു ആമസോണിൽ നിന്ന് ഒരു അതിനെന്ത് പറഞ്ഞാൽ D ടൈപ്പ് റബ്ബർ ബീഡിങ് എന്ന് പറയും, ആ ഒരു ബീഡിങ് അതിൻ്റെ ഒരു ഇത്ര മീറ്റർ വാങ്ങിച്ചു. അത് വാങ്ങിച്ചിട്ട് ഞാൻ ആദ്യം ഈ ബീഡിങ്ങിൻ്റെ മണ്ടയിൽ കൂടെ ഒന്ന് വെച്ച് കൊടുത്തു. ഡോർ അടച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തപ്പോൾ ഒരു തുള്ളി പോലും വെള്ളം അകത്ത് വീഴുന്നില്ല. അത് പിന്നെ ആ ബീഡിങ് തന്നെ ഞാനൊന്നുകൂടെ ഇളക്കിയിട്ട് അതിൽ ഒരു 3mm ടേപ്പ് വരുന്നുണ്ട് ഡ്യുവൽ സൈഡ്, അത് അത്ര പോരാ, നിൽക്കത്തില്ല, അത് വലിയ റബ്ബറയിലോട്ടെല്ലാം അവിടെ ഒട്ടി പിടിച്ച് നിൽക്കത്തില്ല. അപ്പോൾ അത് ഞാൻ മറ്റേ ഫ്ലെക്സ് ക്വിക്ക് വാങ്ങിച്ച് അതുമായിട്ട് അത് കറക്റ്റായിട്ട് നോക്കി ബീഡിങ് ഫുൾ ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പം വണ്ടി എടുത്ത സമയത്ത് ചെയ്തതാണ്. ഇപ്പം ഈ പറഞ്ഞ പോലെ 4-4.5 വർഷം 5 വർഷമായി, ഒരു
പ്രശ്നവുമില്ല. പിന്നെ ഇന്നേ വരെ ഒരു തുള്ളി വെള്ളം പോലും വണ്ടിക്കകത്ത് വീണിട്ടില്ല. അപ്പം ഇത് എങ്ങനെ സോൾവ് ചെയ്യാവുന്ന സോർട്ട് ചെയ്യാവുന്നുള്ള കാര്യങ്ങളോ ഒന്നും സർവീസ് സെൻ്ററിൽ നിന്ന് പറയത്തില്ല. ബീഡിങ് മാറ്റി കൊടുത്താൽ ചിലപ്പോൾ മാറുന്ന കാര്യമുള്ളായിരിക്കും. ഞാൻ പിന്നെ അത് മാറ്റാതെ തന്നെ അഡീഷണൽ ഒരു ബീഡിങ് കൂടി ഇട്ട് കൊടുത്തു. അപ്പോൾ എന്തായാലും ആ പ്രശ്നം ഇങ്ങനെ സോൾവായി. സർവീസ് സെൻ്ററിൽ ഒന്നി നമ്മുടെ വണ്ടി ശരിയാക്കണമെങ്കിൽ അവർക്ക് പറ്റത്തില്ലെങ്കിൽ അത് ഇന്ന പോലെയൊക്കെ ചെയ്താൽ ശരിയാകുമെന്നുള്ളതെങ്കിലും പറഞ്ഞു തരിക. പിന്നെ വരുന്നവരെ ഒരുമാതിരി വെറുപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക. കാര്യം ഈ വണ്ടി പഴയതാണ്, ഇനി ഇതിൻ്റെ സ്പെയർ കിട്ടൂല, നമ്മളേതാണ്ട് ചെയ്തത് ഏതാണ്ട് വലിയൊരു പാതകമായി പോയി എന്നുള്ള രീതിയിലാണ് അവരുടെ പറച്ചിൽ കേട്ടാൽ. അപ്പം അതുകൊണ്ട് ഈ രീതിയിലൊക്കെയാണ് സർവീസ് സെൻ്ററിലെ നമ്മളുമായിട്ടുള്ള അപ്രോച്ച്. പിന്നെ നമുക്കറിയാവുന്ന സർവീസ് സെൻ്ററിലാണ് പിന്നെ നമ്മളിപ്പോൾ വണ്ടി കൊടുക്കുന്നത്. ഇപ്പം ഞാൻ ഇതിൻ്റെ റീസ്റ്റോറേഷൻ വർക്കും കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയിലുള്ള ഇൻസ്പയർ ഓട്ടോ മോട്ടീവ്സ് എന്ന് പറഞ്ഞ വർക്ക്ഷോപ്പിലാണ് ചെയ്തത്. വിഷ്ണു എന്ന് പറഞ്ഞ ചേട്ടൻ്റെയാണ് ആ വർക്ക്ഷോപ്പ്. അപ്പം അവിടെയാണ് ഞാൻ വണ്ടി കൊണ്ട് കൊടുക്കുന്നത്. നമ്മുടെ സഫാരി ഗ്രൂപ്പിലെ ക്ലബ് ഓഫ് സഫാരിയൻസ് എന്ന് പറഞ്ഞ് അതിലെ പ്രേം എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ട്. അപ്പം ചേട്ടൻ്റെ വീടിൻ്റെ അടുത്താണ് ഈ വർക്ക്ഷോപ്പ്. ചേട്ടൻ്റെ ഒരു ഫ്രണ്ടും കൂടാണ് ഈ വിഷ്ണു. അപ്പം എൻ്റെ വേറൊരു വണ്ടിക്ക് വേറൊരു കംപ്ലൈൻറ്റ് ഇടയ്ക്ക് വന്നെന്ന് പറഞ്ഞാൽ, ഒരു ദിവസം AC ഇട്ട് വണ്ടി ഓടി ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ പോയിട്ട് തിരിച്ച് വണ്ടി എടുത്തപ്പോൾ AC ഓൺ ആകുന്നില്ല. കാര്യം ബ്ലോവർ ഓൺ ആകുന്നില്ല. ബ്ലോവറിൻ്റെ ഈ സ്വിച്ചുകളൊന്നും വർക്കിംഗ് അല്ല. അപ്പം നമ്മളുടനെ വണ്ടി വീട്ടിൽ വന്നു കഴിഞ്ഞ് നമ്മുടെ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്തപ്പം അതിനകത്ത് മെക്കാനിക്സും ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടനെ പെട്ടെന്ന് ഇത് സജസ്റ്റ് ചെയ്ത് ഉടനെ നിങ്ങൾ പോയി ഫ്യൂസ് നോക്ക്. ഫ്യൂസ് ചെക്ക് ചെയ്ത് നോക്കിയപ്പം ഒരു ഫ്യൂസ് പോയി. അപ്പോൾ എന്നോട് പറഞ്ഞു വേറെ ഫ്യൂസ് ഉണ്ടെങ്കിൽ ഇട്ട് നോക്കാൻ പറഞ്ഞു. അപ്പോൾ വേറെ ഫ്യൂസ് ഇട്ടപ്പം അത് അടിച്ചു പോയി. അപ്പോൾ പറഞ്ഞു ഇനി ഒന്നും ചെയ്യണ്ട, ഇനി വണ്ടി കൊണ്ട് ഇലക്ട്രീഷ്യനെ കാണിച്ചിട്ട് ഫ്യൂസ് പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്തോ ഷോർട്ടിംഗ് ആണ് ACയുടെ യൂണിറ്റിൻ്റെ, ഇലക്ട്രിക്കൽ യൂണിറ്റിൻ്റെ ഈ സ്വിച്ചിൻ്റെ ബ്ലോവർ സ്പീഡിൻ്റെ ഒക്കെ അതിൻ്റെ എന്തോ പ്രശ്നമാണ്. അപ്പോൾ ഞാനിത് എൻ്റെ സ്ഥലം പത്തനംതിട്ടയാണ്. അപ്പോൾ ഞാൻ പത്തനംതിട്ട 2-3 കാണിച്ചു. ഞാനിത് കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് സഫാരിയാണ്, അതാണ് സഫാരി ആകുമ്പോൾ AC നോക്കണമെങ്കിൽ ഡാഷ്ബോർഡ് അഴിച്ചേ പറ്റത്തുള്ളൂ. അങ്ങനെയാണ് ശരിയാ. ACയുടെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണമെങ്കിലൊക്കെ ഡാഷ്ബോർഡ് അഴിക്കേണ്ടി വരും. അപ്പോൾ ഈ ഡാഷ്ബോർഡ് അഴിക്കുന്നതിന് 8000 രൂപ, തിരിച്ച് വെക്കുമ്പോഴും എന്തെങ്കിലും കാര്യങ്ങളുണ്ട് അഡീഷണൽ റേറ്റ് ആവും. അതാണ് നമ്മളെ ആദ്യം തന്നെ കുറേ കാര്യങ്ങൾ പറഞ്ഞ് പേടിപ്പിച്ചുകൊണ്ടിരിക്കുക. ആദ്യം റേറ്റിൻ്റെ കാര്യം പറഞ്ഞ് വരട്ടും. അത് കഴിഞ്ഞ് വണ്ടി ഇടിച്ചതാണെങ്കിൽ ഇത് തിരിച്ച് കയറ്റി വെക്കാൻ പറ്റത്തില്ല. അപ്പം അതിന് തന്നെ മുൻകൂർ ജാമ്യം എടുത്തു. ഇത് ഇന്ന പോലെയൊക്കെയാണ്. അത് നമുക്ക് അങ്ങനെ ഉണ്ടായ ഒരു വണ്ടി ആണെങ്കിൽ കയറ്റി വെക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടിയല്ല അവരത് പറയുന്നത്. ഇവരിത് വെക്കുമ്പോൾ തിരിച്ച് കയറത്തില്ല, ഇവർ വെക്കുമ്പോൾ ശരിയാകത്തില്ല. അപ്പം അത് കാരണം മുൻകൂർ വേറൊരു റീസൺ പറഞ്ഞെടുക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, ഈ ഒഴിവുകഴിവ് പറയത്തില്ലേ, ആ ഒരു രീതിയിലാണ് എല്ലാം പറഞ്ഞു. അങ്ങനെ ഒരു 3-4 ഇടത്ത് ഞാൻ തിരക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഒരിടത്ത് ചെന്നപ്പം അവർ വണ്ടി കൊണ്ട് ചെന്നപ്പോൾ പറഞ്ഞു ഇന്ന് തിരക്കാണ്, ഒരു കാര്യം ചെയ്യും, അഴിക്കൊന്നും വേണ്ട, നമുക്ക് ആദ്യം അഴിക്കാതെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം, എന്നിട്ട് എന്തുവാന്നുള്ളത് നോക്കിയിട്ട് പറയാം. മറ്റേടത്തെല്ലാം ആദ്യം നമുക്ക് അഴിച്ചിട്ട് അങ്ങ് തുടങ്ങാമെന്നുള്ള രീതിയായിരുന്നു മൊത്തം. അപ്പം ഞാനിത് ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്തപ്പം ഗ്രൂപ്പിൽ ഇതുപോലെ പ്രേംചേട്ടൻ പറഞ്ഞു ദീപക്കിൻ്റെ കാര്യം ചെയ്യാം, വണ്ടി തിരുവനന്തപുരത്ത് കൊണ്ടുവരാമെങ്കിൽ വണ്ടി സെറ്റാക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വണ്ടി അവിടെ കൊണ്ടുപോയി. നമുക്ക് കിലോമീറ്റർ ഉണ്ട്, 120-130 കിലോമീറ്റർ ഉണ്ട്. പിന്നെ എന്നാലും വേണ്ടിയില്ല, വണ്ടി ശരിയാവുമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ കൊണ്ടുപോയി. അവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പം അവരത് സെൻട്രൽ കൺസോൾ മാത്രം ഡാഷ്ബോർഡിൽ അഴിച്ച് എന്തോ അതിൻ്റെ ഇലക്ട്രിക്കലിൻ്റെ ഏതാണ്ട് യൂണിറ്റ് ഏതാണ്ട് സാധനം മാറ്റി വെച്ചപ്പോൾ തന്നെ സംഭവം ശരിയായി. ഈ പറഞ്ഞതിനോട്ട് ഡാഷ്ബോർഡ് അഴിക്കുവോ പൊളിക്കുവോ മാറ്റിപ്പറിക്കുവോ ഒന്നും വേണ്ടായിരുന്നു. ഇത് ഒരു വകയും പോലും നോക്കുന്നതിന് മുന്നേ വണ്ടി പൊളിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് എല്ലാം പറയുന്നത്. സഫാരി വണ്ടിയും കൊണ്ട് നമ്മളൊരു സർവീസിന് ചെന്ന് കഴിഞ്ഞാൽ തന്നെ എന്തോ ഒരു പ്രശ്നമുള്ള ഒരു സാധനം കൊണ്ടുവന്നു എന്നുള്ളൊരു ഫീലാണ് ആദ്യം തന്നെ നമ്മളിലോട്ട് വർക്ക്ഷോപ്പിൽ നിന്ന് നമുക്ക് തരുന്നൊരു ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. വണ്ടിയുടെ ഫീഡ്ബാക്കിനേക്കാളും ഉപരി ഇതാണ്ട് വലിയൊരു പ്രശ്നമുള്ള ഒരു സാധനം എന്നുള്ള രീതിയിലാണ് ആദ്യം നമുക്ക് തരുന്നത്. അങ്ങനെ ആ ഒരു വർക്കിന് വേണ്ടി തിരുവനന്തപുരത്ത് പോയപ്പോൾ ഞാനപ്പോൾ വണ്ടിയിൽ ഇതുപോലെ ചെറിയ പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യാം,
അങ്ങനെ അവരത് നോക്കിയപ്പോൾ പറഞ്ഞു അത് കുറച്ചുണ്ട്, പാച്ച് വർക്ക് കുറച്ചുണ്ട്, എല്ലായിടത്തും ഉണ്ട്, എല്ലാ ഡോറിൻ്റെ അവിടെയും പാച്ച് വർക്ക് ഉണ്ട്. പിന്നെ നമ്മുടെ വീലാർച്ച്, ഫ്രണ്ടിൻ്റെ വീലാർച്ചിൻ്റെ അവിടെ ചെറിയ ഹോൾസ് ഉണ്ട്. പിന്നെ അവർ ഇത്രയും നോക്കിയപ്പം അവർ പറഞ്ഞു നമുക്ക് റൂഫും കൂടെ ഒന്ന് അഴിച്ച് നോക്കുന്നത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ക്വാർട്ടർ പാനലിൽ അവിടെ അഴിച്ചു നോക്കിയപ്പോഴാണ് അവിടെ ഉഗ്രം തുരുമ്പായിരുന്നു. അപ്പോൾ ആ തുരുമ്പ് അവരത് അഴിച്ച് നല്ലതായിട്ട് ചെയ്തു തന്നു. കാര്യം അവർ പറയുന്ന ആ ഒരു കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കത് കേൾക്കുമ്പോൾ മനസ്സിലാവും, അത് ചെയ്യുമ്പോൾ പറ്റും, അതുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്നുള്ളതിൻ്റെ വ്യക്തമായ കാര്യങ്ങളാണ് പറഞ്ഞത്. അല്ലാതെ ചുമ്മാ അവർ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് അറിയാത്തത് കൊണ്ട് ചെയ്യുമ്പോൾ തെറ്റും, അത് കാരണം സംഭവിക്കുന്നത് വേറൊരു കാരണങ്ങൾ പറഞ്ഞു വെക്കുമല്ല അവർ ചെയ്യുന്നത്. ഇവർ നമ്മൾ തിരുവനന്തപുരത്ത് ചെന്നപ്പോഴാണ് അവർ നമ്മളോട് നോക്കിയിട്ട് പറഞ്ഞു, അതെ ഈ വാട്ടർ ഗ്ലാസ് ഒന്നിൽ അഴിക്കണം, അഴിച്ചിട്ട് വേണം ബാക്കി വെൽഡ് ചെയ്യാൻ. അപ്പോൾ ഗ്ലാസ്സിന് അടുത്തോട്ടൊക്കെ കുറച്ചൊക്കെ തുരുമ്പ് വരുന്നത് കൊണ്ട് അത് ക്ലിയർ ചെയ്തിട്ട് നമ്മളത് വെൽഡ് ചെയ്യുമ്പോൾ ചൂടാകുമ്പോൾ ഉറപ്പായിട്ട് ഗ്ലാസ്സിലടിക്കും. അപ്പോൾ ഗ്ലാസ് പൊട്ടും, അല്ലെങ്കിൽ ചെറിയ ക്രാക്ക് വീഴും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ ഗ്ലാസ് നമുക്ക് അഴിക്കണം. അപ്പം ചിലപ്പം ഈ പഴക്കമുള്ള വണ്ടി ആയതുകൊണ്ട്, ഇത്രയും പഴക്കം ആയതുകൊണ്ട്, വണ്ടിക്ക് പഴക്കം വെയിലും ഒക്കെ കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഗ്ലാസ് ചിലപ്പോൾ നമ്മൾ അഴിച്ചെടുക്കുമ്പോൾ, അത് മറ്റേ ഒട്ടിക്കുന്ന ഗ്ലാസ് ആണ്, ഒട്ടിച്ചെടുത്ത ഗ്ലാസ് നമ്മളിങ്ങനെ കീറി എടുക്കുമ്പോൾ ചിലപ്പം അഴിക്കുമ്പോൾ വേണേലും പൊട്ടാം. അപ്പം അങ്ങനെ പൊട്ടത്തില്ല, ചിലപ്പോൾ പൊട്ടിയേക്കാം. പൊട്ടിയാൽ നമുക്കത് മാറി വെക്കേണ്ടി വരും. അത് ഫുൾ എക്സ്പെൻസ് എന്ന് പറയുന്നില്ല, അവർ പകുതിയൊക്കെ കുറച്ചൊക്കെ അവരും അതിനകത്ത് ചെയ്തോളാം എന്നുള്ള രീതിയിലാണ് അവരത് പറയുന്നത്. എന്നിട്ട് അവരെന്നോട് പറഞ്ഞു നമുക്കിത് അഴിക്കാതുള്ള പരിപാടി നോക്കാം. അവരെന്തോ ഒരു പേര് പറഞ്ഞു, ഞാനത് മറന്നുപോയി. എന്തോ ഒരു കൂളിംഗ് എലമെന്റ് ഏതാണ്ട് വെച്ച്, ഒരു വെള്ള സൈസിൽ ഏതാണ്ട് സാധനം വെച്ച് ഈ ഗ്ലാസിന്റെ സൈഡിലെല്ലാം ചെയ്തിട്ട് അപ്പം ചൂട് അതിലടിക്കാത്ത രീതിയിലൊക്കെ വെച്ച് അവർ നല്ലതായിട്ടത് വെൽഡ് ചെയ്ത് ലീക്കെല്ലാം മാറ്റി ക്ലിയർ ചെയ്തു. അപ്പം ഇതാണ് ഓരോ വർക്ക്ഷോപ്പിൻ്റെ വർക്ക് ചെയ്യുന്നതിൻ്റെ വ്യത്യാസവും പ്രത്യേകതയും. അവർ രണ്ടുപേരും പറയുന്നത് കാര്യങ്ങളൊന്നാണ്, അതെന്തുകൊണ്ടാണെന്നുള്ളത് കറക്റ്റായിട്ട് അവർ പറയും. മറ്റേത് അറിയാൻ വയ്യാത്തത് കൊണ്ട് പറയുന്ന കാര്യങ്ങൾ, മറ്റേത് അവർക്കിത് ചെയ്യുമ്പോൾ ഉണ്ടാകുമ്പോൾ പ്രശ്നം ഉണ്ടാകുന്ന കാര്യങ്ങളുമാണ് അത് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ഈ വർക്ക്ഷോപ്പുകൾ തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. LX ബേസ് മോഡൽ വണ്ടിയാണ് എടുത്തത്. അപ്പോൾ ഈ വണ്ടിയിൽ ഞാൻ അത്യാവശ്യം എനിക്കൊരു ഫുൾ ഓപ്ഷൻ വണ്ടി എടുക്കാനായിട്ട് താല്പര്യം. അത് ഒരു വണ്ടി ഒറ്റയ്ക്ക് പോയി എടുക്കുന്നത് ആദ്യമായിട്ടാണ്. അപ്പം ലോങ് ഒക്കെ പോയി എടുക്കാനൊരു പേടി, എങ്ങനെയായിരിക്കും ഇതിൻ്റെ ഡീലിങ്സ്, നമ്മൾ ക്യാഷൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ്, അങ്ങനെയൊക്കെ കുറേ ഡൗട്ടും പേടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ അടുത്ത് തന്നെയുള്ള കോന്നിയിൽ തന്നെയുള്ളൊരു വണ്ടിയായിരുന്നു ഇത്. അപ്പം നമ്മുടെ കോന്നി പോലീസ് സ്റ്റേഷൻ സർക്കിളിലൊക്കെ തന്നെ ഓടുന്ന വണ്ടി ആയതുകൊണ്ട് വേറെ ആക്സിഡൻറ്റ് കേസുകളും പ്രശ്നങ്ങളും ഒന്നും ഈ വണ്ടിക്ക് ഉണ്ടായിട്ടില്ല എന്നൊരിത്. പിന്നെ ഞാൻ ഇതിൻ്റെ ഹിസ്റ്ററി എടുത്തപ്പം വണ്ടിക്ക് ആകെ ഉള്ളത് ഞാൻ പറഞ്ഞ റിവേഴ്സിൽ എടുത്തപ്പം പറ്റിയൊരു സംഭവമാണ്. മേജറായിട്ട് ഇതിന് പറ്റിയൊരു, മേജർ എന്നല്ല, ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഹിസ്റ്ററിയിൽ കാണിച്ചിരുന്നൊരു ബ്ലാക്ക് മാർക്ക്. വേറെ അല്ലാതെ വേറെ വണ്ടിക്ക് പ്രശ്നങ്ങളൊന്നും, ആക്സിഡൻറ്റ് കേസൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പറഞ്ഞിട്ടുണ്ട് പിന്നെ ബോഡി ഷേപ്പ് ഔട്ട് ആകാത്തത് കൊണ്ട് തന്നെ കാണുമ്പോൾ ഒരു ഭംഗിയുണ്ടായിരുന്നു. പിന്നെ അവരൊന്ന് റീപെയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വണ്ടി. അപ്പോൾ അതുകൊണ്ട് ആ പെയിൻറ്റിൻ്റെ ഒരു തിളക്കവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അഡീഷണൽ ഫിറ്റിങ്സ് ഒന്നും വണ്ടിയിലില്ലായിരുന്നു. ഒരു മാനുവൽ സെൻട്രൽ ലോക്ക് അത് കീലെസ് എൻട്രി ആക്കി എന്ന് മാത്രമേ അതിനകത്ത് ആകെ ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ വേറൊന്നും ഇല്ലായിരുന്നു. ഒരു സീറ്റ് കവർ ഇതേ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് അത്ര കൊള്ളത്തില്ലായിരുന്നു, പന്നലായിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ അതാണ് ഈ വണ്ടിയിൽ ആകെ ചെയ്തത്. ഞാൻ എടുത്തിട്ട് പിന്നെ സെൻട്രൽ ലോക്കെല്ലാം മാറ്റി, ഒരു പ്രശ്നം വന്നതുകൊണ്ട് സെൻട്രൽ ലോക്കെല്ലാം മാറ്റി പുതിയ സെൻട്രൽ ലോക്ക് ആക്കി. അതിൻ്റെ വയറിങ്ങും ഒക്കെ ചേഞ്ച് ചെയ്തായിരുന്നു. ഇത് എന്ന് വെച്ചാൽ ബ്ലിങ്ക് ചെയ്യുന്നതൊക്കെ അൺലോക്കും ലോക്കും ഒക്കെ ആക്കുമ്പോൾ ബ്ലിങ്ക് ചെയ്യുന്നത് ഹെഡ് ലാമ്പ്സും ഫോഗ് ലാമ്പും എല്ലാം ഒന്നിച്ചായിരുന്നു. അപ്പോൾ അങ്ങനെ അതെല്ലാം മാറ്റി കറക്റ്റ് ഇൻഡിക്കേറ്ററിലോട്ടുള്ള ലൈനൊക്കെ ആക്കി കൊടുത്തു. അപ്പം അതൊക്കെയാണ് ആദ്യം ബേസിക്കായിട്ട് ചെയ്തത്. പിന്നെ സ്റ്റീരിയോ ചെയ്തു,
ഒരു സ്പീക്കേഴ്സ്, പിന്നെ ഇച്ചിരി സൗണ്ടിനോടൊക്കെ താല്പര്യമുള്ളതുകൊണ്ട് ആംബും സബ്വൂഫറും ഒക്കെ വണ്ടിയിൽ സൗണ്ട് സിസ്റ്റമായിട്ടൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ വണ്ടി അല്ലാത്ത പീരിയോഡിക് സർവീസൊക്കെയാണ് ബാക്കി ചെയ്തത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ പവർ വിൻഡോ സ്വിച്ചസ്. വണ്ടി ഇത്രയും പഴക്കമുള്ളത് കൊണ്ട് വെയിലും ഒക്കെ കൊണ്ട് പവർ വിൻഡോ സ്വിച്ചസിനൊക്കെ അത്ര ഒരു സുഖമില്ല, കാണാൻ ഒരു ഭംഗി കുറവൊക്കെ ഉണ്ടായിരുന്നു. അതിൽ പെയിൻ്റൊക്കെ ഫെയ്ഡായിട്ടുണ്ടായിരുന്നു കളറൊക്കെ. അപ്പോൾ അതുകൊണ്ട് അത് മാറ്റി നമ്മൾ പുതിയ സ്വിച്ച് എല്ലാം 4 ഡോറിൻ്റെ പുതിയ പവർ വിൻഡോ സ്വിച്ച് വെച്ചു. പിന്നെ ഡ്രൈവർ സൈഡിൽ പവർ വിൻഡോ കളരുന്നതിനൊരു ചെറിയ താമസം തോന്നിയതുകൊണ്ട് അത് മാത്രം അതിൻ്റെ ചാനൽ മാറ്റി ഒന്ന് പുതിയത് കൊടുത്തു. ഇതൊക്കെയാണ് വണ്ടിയിൽ റീപ്ലേസ് ചെയ്ത് കൊടുത്തത്. പിന്നെ ബേസ് മോഡലിലെ LX വണ്ടി ആയതുകൊണ്ട് റിയർ ഫോഗ് ലാംപ്സും ഒന്നും ഇല്ലായിരുന്നു. അപ്പം അതൊക്കെ ഞാൻ റിയർ ഫോഗ് ലാംപ്സ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ഈ ബേസ് മോഡൽ വണ്ടിയിൽ സെൻട്രൽ കൺസോളിൽ ക്ലോക്ക് വരത്തില്ല, ഈ സ്വിച്ചുകൾ ഒന്നും വരത്തില്ലായിരുന്നു, ഈ ഫോഗ് ലാംപ്സിൻ്റെ സ്വിച്ചൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഈ മറ്റേ ഫ്യൂവലിൻ്റെ ഓപ്പണറിൻ്റെ ഒന്നും വരത്തില്ല. അപ്പോൾ മാനുവലായിരുന്നു വണ്ടിയിൽ എക്സലുണ്ട്. അപ്പോൾ നമ്മളത് എല്ലാം വാങ്ങിച്ച് കൊടുത്തു അഡീഷണലായിട്ട്. അപ്പോൾ അത് ഇലക്ട്രിക്കൽ തന്നെ ആകാൻ വേണ്ടി അതെല്ലാം വാങ്ങിച്ച് കൊടുത്ത് അതെല്ലാം ചെയ്തു. അപ്പോൾ ഈ ഫോഗ് ലാമ്പ് സ്വിച്ച് എല്ലാം അഡീഷണൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അതെല്ലാം നല്ലതായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. അതിനകത്തുള്ള മെയിൻ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടാറ്റ സഫാരിയിൽ ഫുൾ വയറിംഗ് കിറ്റ്, ഫുൾ ഓപ്ഷൻ വണ്ടിയുടെ വയറിംഗ് കിറ്റ് തന്നെ ചെയ്തിട്ടേക്കുന്നുണ്ട്. നമുക്ക് എന്ത് സാധനം വേണേലും അഡീഷണൽ ഇതിലേക്ക് കൊടുക്കാൻ നേരം നമുക്ക് വയറിംഗ് ചെയ്യേണ്ട കാര്യമില്ല. ഫുൾ വയറിംഗ് കിറ്റായിട്ട് തന്നെയാണ് വന്നത്. സെൻട്രലൈസ്ഡ് AC ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് രണ്ടാമത് സെൻട്രലൈസ്ഡ് AC ചെയ്യേണ്ടി വന്നു. അപ്പം ആര് സഫാരി എടുത്താലും ഒരു സെക്കൻഡ് വേരിയൻറ്റ് വണ്ടി തൊട്ടേ നോക്കാവും, EX വണ്ടി തൊട്ടേ നോക്കാവും. സെൻട്രലൈസ്ഡ് AC ഒക്കെ വരുന്നുണ്ട് കാര്യങ്ങൾ. പിന്നെ LX ആണേലും നമുക്ക് വേണ്ട അത്യാവശ്യം ഫീച്ചേഴ്സ് എല്ലാം ഈ വണ്ടിയിൽ കമ്പനി തന്നെ കൊടുക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ നമ്മൾ രണ്ടാമത് ചെയ്യേണ്ട കാര്യം വരുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ ഒരു വണ്ടിയിൽ നമുക്ക് തോന്നുന്നൊരു കാര്യമാണ് റിയർ വൈപ്പർ. ഏത് വണ്ടിയിലും നമുക്ക് വേണമെന്ന് ഒരു അത്യാവശ്യം സംഭവം തന്നെയാണ്. അതൊരു സേഫ്റ്റിയുടെ ഭാഗമായിട്ട് തന്നെ വരുന്നൊരു കാര്യം തന്നെ. ഒരു വിസിബിലിറ്റി ഇല്ലേ, വിസിബിലിറ്റിയുടെ കാര്യത്തിനായിട്ട് വരുന്നത് കൊണ്ട് അത് സേഫ്റ്റിയുടെ കാര്യം തന്നെയാണ്. അത് ഈ വണ്ടിയിൽ ബേസ് മോഡലിൽ തന്നെ റിയർ വൈപ്പർ കൊടുക്കണം. പിന്നെ ബേസ് മോഡൽ വണ്ടിയായിട്ട് തന്നെ 4 ഡോർ പവർ വിൻഡോ ഉണ്ട്. അതും 4 ഡോർ പവർ വിൻഡോ വിത്ത് എക്സ്പ്രസ് ഡൗൺ പവർ വിൻഡോസ് ഉണ്ട്. പിന്നെ ഈ പവർ വിൻഡോ സ്വിച്ചസ് എല്ലാം ഇലൂമിനേറ്റഡ് ആണ്. ഇന്നത്തെ ഓരോ വണ്ടിയിലെ വലിയ ഫീച്ചേഴ്സായിട്ട് പറയുന്ന കാര്യങ്ങളാണ് ഇലൂമിനേറ്റഡ് പവർ വിൻഡോ സ്വിച്ചസ്. അതെല്ലാം അന്ന് ഇലൂമിനേറ്റഡ് പവർ വിൻഡോ സ്വിച്ചസ്, അതും എക്സ്പ്രസ് ഡൗൺ പവർ വിൻഡോ സ്വിച്ചസ് ആണ്. 1 ടച്ച് ഡൗൺ പവർ വിൻഡോ സ്വിച്ചസ്. പിന്നെ സൈഡ് മിറേഴ്സ് ഇലക്ട്രിക്കലി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഫോൾഡബിൾ അല്ല, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ സൈഡ് മിററാണ്. അങ്ങനത്തെ ഫീച്ചേഴ്സ് എല്ലാം ഈ വണ്ടിയിൽ കൊടുക്കുന്നുണ്ട്. നമ്മൾ രണ്ടാമതായിട്ട് വെക്കാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് ഒരു യൂസ് ചെയ്യാൻ എളുപ്പമായിട്ട് തോന്നുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. ആ കാര്യങ്ങളെല്ലാം വണ്ടിയെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് കുറവ് വരുന്ന പറഞ്ഞാൽ സെൻട്രലൈസ്ഡ് AC, ഫ്രണ്ട് ഫോഗ് ലാമ്പ്, ബാക്ക് ഫോഗ് ലാമ്പ്, ബോഡി കളേർഡ് സൈഡ് ക്ലാഡിങ്, ഇതൊക്കെയാണ് LX വണ്ടിയിൽ മിസ്സിംഗ് ആയിട്ട് വരുന്നത്. ബാക്കി കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. പിന്നെ അതൊരു ഡ്രൈവർ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്, അതും ബേസ് മോഡലിൽ കൊടുക്കാറില്ല. അപ്പോൾ അതൊഴികെ ബാക്കി എല്ലാ ഫീച്ചേഴ്സും ഈ വണ്ടിയിൽ അവർ ബേസ് മോഡലിൽ കൊടുത്തതുകൊണ്ട് നമുക്ക് ആഡ് ഓൺ ചെയ്യാം. എന്ത് കാര്യം അതുകൊണ്ട് ആഡ് ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി പെർഫെക്റ്റ് ആവും. അപ്പോൾ ഈ ബേസ് മോഡൽ വണ്ടിയായിട്ട് തന്നെ നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും എല്ലാം ആംറസ്റ്റും എല്ലാം ഈ വണ്ടിയെ കൊടുക്കുന്നുണ്ട്. ഫ്രണ്ടിലും സെപ്പറേറ്റ് ആംറസ്റ്റ്, സെൻട്രൽ ആംറസ്റ്റ്, അത് വിത്ത് സ്റ്റോറേജ് സ്പേസും കപ്പ് ഹോൾഡേഴ്സും ഉള്ള ആംറസ്റ്റ്, അങ്ങനെ എല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ബേസ് മോഡൽ വണ്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് തഴഞ്ഞ് കളയാൻ പറ്റത്തില്ല. എല്ലാ ഫീച്ചേഴ്സും നമുക്ക് വേണ്ടത് വണ്ടിയിൽ തരുന്നുണ്ട്. പിന്നെ അഡീഷണലായിട്ട് പറയുവാണെങ്കിൽ ഇലൂമിനേറ്റഡ് ഗ്ലൗ ബോക്സ് ഇലൂമിനേറ്റഡ് ആണ്. അതിനകത്ത് ലൈറ്റൊക്കെ ഉണ്ട്, ആ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. പിന്നെ പവർ സ്റ്റിയറിംഗ് വിത്ത് ടിൽറ്റബിൾ പവർ സ്റ്റിയറിംഗ് ആണ്.
അപ്പോൾ നമുക്ക് അതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ടിൽറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ടിൽറ്റബിൾ പവർ സ്റ്റിയറിംഗ് ആണ്. അപ്പോൾ ആ അഡ്ജസ്റ്റ്മെൻറ്റും ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഫോളോ മീ ഹെഡ് ലാംപ്സ് ആണ്. നമ്മൾ നൈറ്റിൽ ഹെഡ്ലൈറ്റ് ഓൺ ആക്കിയിട്ട് വണ്ടി ഓടിച്ച് വന്നു കഴിഞ്ഞാൽ വണ്ടി ഓഫ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഡോറ് തുറന്നു കഴിയുമ്പോൾ ഫോളോ മീ ഹെഡ് ലാംപ്സ് ഓണാവും. അപ്പം നമ്മുടെ ഫ്രണ്ട് ഹെഡ് ലാമ്പ് ഓണാവും. 15 സെക്കൻഡാന്ന് തോന്നുന്നു അത് ഓണായി നിൽക്കും. നമുക്ക് ആ വണ്ടിയുടെ ഘട്ടത്തിൽ നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് പോകാൻ വേണ്ടി 15 സെക്കൻഡ് അത് കത്തിക്കും. അപ്പോൾ നമ്മൾ ആദ്യം ഡോറ് തുറക്കുമ്പോൾ 15 സെക്കൻഡ് അത് കത്തിക്കും. അപ്പോൾ ഡോർ അടച്ചു കഴിഞ്ഞ് 15 സെക്കൻഡോളം ഇത് കത്തി നിന്ന് കഴിഞ്ഞ് ഇത് ലൈറ്റ് ഓഫ് ആവും. ലൈറ്റ് ഓഫ് ആയി കഴിയുന്ന സമയത്ത് നമ്മൾ വണ്ടി അന്നേരം റിമോട്ടിൽ ലോക്ക് ആക്കുന്നെങ്കിൽ വീണ്ടും 15 സെക്കൻഡ് കൂടെ ഇത് കത്തി നിൽക്കും. അപ്പം 30 സെക്കൻഡ് അന്നേരവും കിട്ടി. അത് കഴിഞ്ഞ് വീണ്ടും ഈ 15 സെക്കൻഡ് കഴിഞ്ഞ് ഓഫ് ആയി കഴിയുമ്പോൾ ഒന്നുകൂടെ ഞെക്കിയാൽ വീണ്ടും ഒരു 15 സെക്കൻഡ് കൂടെ, മൊത്തത്തിൽ 45 സെക്കൻഡ് ഈ ഹെഡ്ലൈറ്റ് നമുക്ക് രാത്രിയിൽ ഓണാക്കിയിട്ടേക്കാൻ പറ്റും. നമുക്ക് വീട്ടിൽ തുറന്ന് കയറുന്ന വരെയുള്ള വെട്ടമെല്ലാം അടക്കിയിട്ട് അത് കഴിഞ്ഞ് പിന്നെ കത്തത്തില്ല. പിന്നെ കത്തണ ഹെഡ് ലാമ്പ് ഓണാക്കിയാലേ പറ്റത്തുള്ളൂ. അങ്ങനെ ഫോളോ മീ ഹെഡ് ലാമ്പ് അങ്ങനെ വർക്കാകുന്നുണ്ട്. ആ ഒരു ഫീച്ചറും ഈ ഒരു ബേസ് മോഡൽ വണ്ടിയിൽ തരുന്നുണ്ട്. അത് നമ്മുടെ ഇപ്പോഴത്തെ ഫുൾ ഓപ്ഷൻ വണ്ടിയിലേ ഉള്ളൂ ഈ ഫോളോ മീ ഹെഡ് ലാംപ്സ് ഒക്കെ. അതൊക്കെ അന്ന് ഈ ബേസ് മോഡൽ വണ്ടിയിൽ അവർ കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇന്റേണൽ റിയർ വ്യൂ മിറേഴ്സ്, അത് ഇത് ഡിമ്മും ബ്രൈറ്റും അഡ്ജസ്റ്റിംഗ് ഉള്ള ഡേ നൈറ്റ് മിററാണ് അതിന് കൊടുത്തേക്കുന്നത്. എന്നുവെച്ചാൽ ബേസ് മോഡൽ വണ്ടിയിൽ ഡേ നൈറ്റ് മിറർ അവരത് കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. പിന്നുള്ളത് 3 റോയിലും ക്യാബിൻ ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. 3 റോയിലും ക്യാബിൻ ലാംപ്സ് ഉണ്ട്. അത് മറ്റേ ഈ തിയേറ്റർ ഡിമ്മിങ് പോലുള്ള ഡിമ്മിങ്ങിലൂടെയാണ് ഓഫ് ആവുന്നത്. പിന്നല്ലാതെ തന്നെ ഫ്രണ്ടിൽ നമുക്ക് 2 റീഡിങ് ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അത് പിന്നെ ഈ പണ്ടേ കാലത്തെ ടാറ്റ ഈ സേഫ്റ്റിയുടെ കാര്യത്തിൽ മുൻതൂക്കം കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്നതിൻ്റെ വേറൊരു കാര്യമാണ് ഈ അന്ന് ഈ വണ്ടി ഇറങ്ങിയപ്പോൾ 98 ഇറങ്ങിയപ്പോഴേ ഇത് ക്രാഷ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അന്ന് ഈ നമ്മുടെ ഇതിൻ്റെ ബ്രോഷറി ക്രാഷ് ടെസ്റ്റിൻ്റെ ഫോട്ടോ കാണിക്കാറുണ്ട്. യൂറോപ്യൻ ക്രാഷ് നോംസ് പാസ്സായ വണ്ടിയാണ് സഫാരി അന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫുൾ ഓപ്ഷൻ വണ്ടിയിൽ നമുക്ക് ABS എയർ ബാഗ്, ABS വിത്ത് EBD ഉള്ള ABSും പിന്നെ എയർ ബാഗും എല്ലാം വരുന്നുണ്ട്. ഫ്രണ്ട് 2 എയർ ബാഗാണ് വരുന്നത്. ഡാഷ്ബോർഡിൽ ഒരെണ്ണവും ലെഫ്റ്റ് സൈഡിൽ വരുന്നത്, പിന്നെ ഒരെണ്ണം ഉള്ളത് നമ്മുടെ സ്റ്റിയറിംഗ് ബോക്സിലുമാണ് ഒരു എയർ ബാഗ് വരുന്നത്. അപ്പോൾ അല്ലാതെ തന്നെ ബേസ് മോഡൽ വണ്ടികളിൽ അവർ തൊട്ട് കൊടുത്തേക്കുന്ന വേറൊരു ഫീച്ചറാണ് വണ്ടി ഹൈറ്റ് അഡ്ജസ്റ്റബിൾ സീറ്റ് ബെൽറ്റ്. നമ്മുടെ ഇപ്പോഴത്തെ പ്രീമിയം കാഴ്ചയിൽ പോലും ഫുൾ ഓപ്ഷൻ വണ്ടികളിൽ കൊടുക്കുന്ന ഒരു ഫീച്ചറാണ് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ സീറ്റ് ബെൽറ്റ്. അത് തന്നെ ഈ ഒരു ബേസ് മോഡലിൽ തന്നെ ഇതുണ്ട് ഈ ഹൈറ്റ് അഡ്ജസ്റ്റബിൾ സീറ്റ് ബെൽറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹൈറ്റ് കൂടിയ ആളിരിക്കുകയാണെങ്കിൽ അതനുസരിച്ച് സീറ്റ് ബെൽറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. കുറഞ്ഞ ആളാണെങ്കിൽ അതനുസരിച്ച് താഴ്ത്തി കൊടുക്കാം. അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഫീച്ചേഴ്സ് വരെ ബേസ് മോഡൽ വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളൊരു കാര്യമാണ് ഡോർ അജാർ ലാംപ്സ്. എല്ലാ 4 ഡോറിലും നമ്മുടെ ഡോർ പാഡിൽ അജാർ ലാംപ്സ് ഉണ്ട്. അപ്പം നമ്മൾ ഡോറ് തുറന്നാൽ ഒരു വാർണിംഗ് ലാമ്പ്, അതപ്പം നമ്മുടെ റോഡിലെ പെഡസ്ട്രിയൻസിനാണേലും അല്ലാതെ ഉള്ള വണ്ടികളൊക്കെ വരുമ്പോഴാണെങ്കിൽ തന്നെ നമ്മൾ ഡോറ് തുറന്ന് കിടന്നാൽ ആ റെഡ് കളർ വാർണിംഗ് ലാമ്പ് കത്തി നിൽക്കുന്നത് നമുക്ക് ദൂരെ നിന്നേ കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ അന്നേ ഒരു വാർണിംഗ്, സേഫ്റ്റി, ഒരു മുൻതൂക്കം കൊടുത്ത് തന്നെ ചെയ്ത ഒരു വണ്ടി തന്നെയാണ് സഫാരി. ഈ ഡോർ അജാർ ലാമ്പിൻ്റെ കാര്യം സഫാരിയിലല്ല വന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ടാറ്റ എസ്റ്റേറ്റിലെ സിയറയിലുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എസ്റ്റേറ്റിനത് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ വീടിനവിടെ നമ്മുടെ ഒരു ഫ്രണ്ട് ബെന്നി എന്ന് പറഞ്ഞൊരു ചേട്ടന് ഇതുപോലൊരു എസ്റ്റേറ്റ് ഒരാളെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം അന്ന് ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഡോറിനകത്ത് ഈ വാർണിംഗ് ലാമ്പ് റെഡ് കളറിൽ. അപ്പോൾ ഈ ഡോറ് തുറക്കുന്ന ഉടനെ ഡോറിനകത്ത് ഈ ലൈറ്റ്, ഡോറയിൽ ഒരു ചെറിയ ലൈറ്റായിട്ട് ഇതിങ്ങനെ കത്തിക്കിടക്കും. അപ്പം അന്നേ കാലത്തെ ഈ വാർണിങ്ങും സേഫ്റ്റിയും എല്ലാം വണ്ടിയിൽ കൊടുത്താണ് ഇവർ ഇറക്കിയേക്കുന്നത്. അതുപോലെ തന്നെ പഡിൽ ലാംപ്സ്, ഡോറിനടിയിൽ ലാംപ്സ് കൊടുത്തിട്ടുണ്ട്, പഡിൽ ലാംപ്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നൈറ്റ് നമ്മൾ ഡോറ് തുറന്നിറങ്ങുമ്പോൾ നമുക്ക് അവിടെ
അതിനകത്ത് ഫ്ലോറിലെ എന്താണ് കാര്യങ്ങളെന്നുള്ളത് കാണാൻ നമുക്ക് പറ്റും. അപ്പം അങ്ങനെയുള്ള നമുക്ക് വിസിബിലിറ്റി തുടങ്ങിയ കാര്യങ്ങളും എല്ലാം അവർ ഈ ഒരു ബേസ് മോഡൽ വണ്ടിയിൽ തന്നെ ഇത്രയും കൊടുത്തിട്ടുണ്ട്. കാര്യം ആ ഒരു ഫീച്ചേഴ്സുകൾ നമുക്ക് എന്തൊക്കെ വേണോ അതൊക്കെ നമുക്ക് കൊടുത്തു. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം അന്നത്തെ കാലത്ത് വേണ്ടതെല്ലാം ഈ വണ്ടിയിൽ അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് വേറൊരു കാര്യം. ഈ ഫുൾ ഓപ്ഷൻ വണ്ടി വരുവാണെങ്കിൽ തന്നെ അതിൽ ABS ഉണ്ട്, എയർ ബാഗ് ഉണ്ട്, റിവേഴ്സ് ക്യാമറയുണ്ട്. നമ്മളിപ്പോൾ റിവേഴ്സ് എടുക്കുമ്പോൾ നമ്മുടെ റിയർ വ്യൂ മിററിനകത്തൊരു ചെറിയൊരു സ്ക്രീൻ ഓൺ ആവും. അപ്പോൾ അതുവഴി നമുക്ക് റിയർ വ്യൂ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഫീച്ചേഴ്സ് എല്ലാം ഫുൾ ഓപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫുൾ ഓപ്ഷൻ വരുമ്പോഴത്തേക്ക് നമുക്ക് ലെതർ സീറ്റും അങ്ങനത്തെ കുറച്ചുകൂടെ പ്രീമിയം ഫീലായിട്ടുള്ള ഇൻറ്റീരിയേഴ്സ് നമുക്ക് തരുന്നുണ്ട്. പിന്നുള്ളത് അലോയ് വീൽസ് ഉണ്ട് വരും. ഫുൾ ഓപ്ഷൻ വരുമ്പോഴത്തേക്ക് അലോയ് വീൽസ് വരും. ABS, എയർ ബാഗ്, അലോയ് വീൽസ്, ഇൻറ്റീരിയറിൽ മാറ്റം വരുന്നത് ഈ പറയുന്നതിൻ്റെ തൊട്ടുള്ള ലെതർ സീറ്റ്സ്, റിവേഴ്സ് ക്യാമറ, DVD പ്ലെയർ കൊടുക്കുന്നുണ്ട് അന്ന്. എന്ന് വെച്ചാൽ എൻ്റർടൈൻമെൻറ്റിൻ്റെ ഭാഗമായിട്ട് അവർ കൊടുത്തത് DVD പ്ലെയറാണ്. നമ്മുടെ ഫ്രണ്ട് ഹെഡ് റെസ്റ്റിൻ്റെ പുറകിൽ ഇത് LCD സ്ക്രീൻ വരെ വണ്ടിയിൽ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനൊരു ലക്ഷൂറിയസ് നമുക്കൊരു ട്രാവലിന് വേണ്ട എല്ലാ ഫീച്ചേഴ്സും കംഫർട്ടും ഈ വണ്ടി തരുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ചുകൂടെ നമുക്കുള്ള ഈ ഫീച്ചേഴ്സ് വേണമെന്ന് തോന്നുന്ന ഫീച്ചേഴ്സ് കുറേയൊക്കെ വണ്ടിക്കകത്ത് ലാക്കിങ് ആയിരുന്നു. കാര്യം സ്കോർപിയോയിൽ അന്ന് നമുക്ക് ക്രൂയിസ് കൺട്രോൾസ്, സ്റ്റിയറിംഗ് മൗണ്ടഡ് സ്റ്റീരിയോ കൺട്രോൾസ്, പിന്നെ ടയർ മോണിറ്ററിങ്, പ്രഷർ സിസ്റ്റം, വോയിസ് അലേർട്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്കോർപിയോയിലുണ്ടായിരുന്നു. പക്ഷെ ഇതിനകത്ത് ആ വക കാര്യങ്ങൾ നമുക്ക് കുറവായിരുന്നു. ഈ വോയിസ് അലേർട്സ് അങ്ങനത്തെ സാധനങ്ങളൊന്നും വരുന്നില്ലായിരുന്നു. പക്ഷെ ബാക്കിയല്ലാത്ത കംഫോർട്ട് രീതിയിലുള്ള എല്ലാ ഫീച്ചേഴ്സും വണ്ടിയിൽ നമുക്കന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു. ഒരു ബേസ് മോഡൽ വണ്ടി കൊടുക്കാവുന്നതിൻ്റെ മാക്സിമം ഫീച്ചേഴ്സ് അന്ന് ഇവരിത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു സംശയം നമുക്ക് പറയാൻ പറ്റില്ല. ഇതിനകത്ത് വേറൊരു കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിക്കി ഡോറിന് ഹൈഡ്രോളിക് സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കാരണം അത് ആ ഹൈഡ്രോളിക്കിൻ്റെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് നമുക്കത് ഓപ്പണിങ്ങും ക്ലോസിങ്ങും വളരെ എളുപ്പമാണ്. നമുക്കത്ര ഒന്നാമത് ഇതിൻ്റെ ഡോർസ് എല്ലാം ഹെവി ആയതുകൊണ്ട് അതിനൊരു സപ്പോർട്ട് നല്ലതാണ്. അതാണ് പിന്നെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബോണറ്റിനും ഹൈഡ്രോളിക് സപ്പോർട്ടുണ്ട്. അപ്പോൾ അത് കാരണം നമുക്ക് ഇന്നത്തെ വണ്ടികളിൽ പോലും ഇല്ലെന്ന് പറഞ്ഞാൽ ഇന്നത്തെ സഫാരിയിൽ പോലും ആ ഹൈഡ്രോളിക് സ്റ്റാർട്ട് അവർ കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഇതുപോലെ ബോണറ്റ് തുറക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഒന്നത് ഹെവിയാണ് ബോണറ്റ്. അപ്പോൾ അത് നമുക്ക് സപ്പോർട്ട് വേറെ സ്റ്റാൻഡും അതിന് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഇത് തന്നെ ഹോൾഡ് ചെയ്ത് നിർത്തിക്കോളും. ജസ്റ്റ് പിന്നെ അങ്ങ് ക്ലോസ് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഈ ബോണറ്റിനകത്ത് ഇൻ കേസ് എന്തെങ്കിലും രാത്രി നമുക്കൊന്ന് നോക്കേണ്ടി വന്നാൽ അതിന് വേണ്ടിയുള്ള ലൈറ്റ് വരെ ഉണ്ട് ബോണറ്റിനകത്ത്. അപ്പം നൈറ്റ് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം വർക്ക് ചെയ്യേണ്ടി വന്നാൽ ഇൻ കേസ് എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന് നോക്കണമെങ്കിൽ ബോണറ്റിനകത്ത് നോക്കണമെങ്കിൽ അതിനുള്ള ലൈറ്റിൻ്റെ ഓപ്ഷൻ വരെ വണ്ടിക്കകത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു എന്തൊക്കെ വേണോ യാത്രയിൽ വണ്ടിയിൽ എന്തൊക്കെ വേണോ അതെല്ലാം വണ്ടിയിൽ നമുക്ക് തരുന്നുണ്ടായിരുന്നു. പിന്നുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പ്ലാസ്റ്റിക്കിൻ്റെയൊക്കെ ക്വാളിറ്റി ഇഷ്യൂസ് അതൊരു മെയിൻ സംഭവം തന്നെയാണ്. അത് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അത് വണ്ടി വില കൂടിയ വണ്ടിയാണ്, അത് ശരിയാണ്. പക്ഷേ ആ ഒരു വിലക്കകത്ത് ഇവർ ഈ ഫീച്ചേഴ്സ് വല്ലതും ആഡ് ചെയ്ത് വരുന്നത് കൊണ്ടൊക്കെ ആയിരിക്കും ഈ ഒരു കാര്യങ്ങളിൽ കുറച്ച് കോംപ്രമൈസ് ചെയ്തേക്കുന്നത്. അത് നമ്മൾ ന്യായീകരിക്കുമല്ല. എന്നാലും വേറൊരു കാര്യം പറയാം. ഇപ്പം നമ്മുടെ ഏറ്റവും വലിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ പീസിൻ്റെ കോംപ്രമൈസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തന്നെ സെൻട്രലൈസ്ഡ് AC യുടെ ഈ സൈഡിലത്തെ ഒരു പ്ലാസ്റ്റിക് പാനലുണ്ട്. അത് കുറേ നാൾ വെയിലടിച്ച് കഴിയുമ്പോഴത്തേക്ക് പൊട്ടും, തന്നെത്താനെ പൊട്ടിക്കീറുകയൊക്കെ ചെയ്യും. കുറേ കഴിയുമ്പോൾ തൊട്ട് കഴിഞ്ഞാൽ അത് പൊടിഞ്ഞ് താഴെ വീഴും, പൊട്ടിക്കീറിയൊക്കെ വീഴും. അപ്പോൾ ആ ഒരു പാനലൊക്കെ പോകും പനലായിട്ട്. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 10 വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്കാണ് ഇത് മിക്കവാറും ചൂടായൊക്കെ പൊട്ടിയും ഒക്കെ പോകുന്നത്. അത് ഒരു ക്വാളിറ്റി ഇഷ്യൂസാണ്. പക്ഷേ നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്രയും ഫീച്ചേഴ്സ് ഉണ്ട്. നമ്മൾ പിന്നെ സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ് എടുത്തേക്കുന്നത്. നമ്മൾ സെക്കൻഡ് ഹാൻഡ് വണ്ടി ഒരെണ്ണം എടുത്തു, ഇത്രയും വില കുറച്ചൊക്കെ വണ്ടിയൊക്കെ ഓരോന്നൊക്കെ വാങ്ങിക്കും എടുക്കുകയൊക്കെ നമ്മൾ ചെയ്യുന്നത്.
അപ്പോൾ നമ്മൾ അങ്ങനെ വില കുറച്ചും ഒക്കെ നമ്മൾ ഈ വണ്ടി എടുക്കുകയും ചെയ്തു. ഈ ഇത്രയും വില കൂടിയ വണ്ടിയാണ് നമ്മൾ ഈ ഇപ്പം വില കുറഞ്ഞ് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു പാനലിൻ്റെയൊക്കെ വില എന്ന് പറഞ്ഞാൽ 450 രൂപ. ഇതൊക്കെ നമുക്ക് ബൂട്ട് മൊബൈൽ ഓൺലൈനിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. അപ്പം ഒരു 10 വർഷം കൂടുമ്പോൾ ഈ ഒരു പാനൽ പൊട്ടിപ്പോയി അതൊന്നും പറഞ്ഞൊരു ഇഷ്യൂസ് നമ്മൾ പറഞ്ഞിരിക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ 10-20 ദിവസം കൊണ്ടൊക്കെ, ചിലപ്പം 5 ദിവസം 10 ദിവസം കൊണ്ട് കിട്ടും. ചിലപ്പം അതിൽ കൂടുതലൊക്കെ ഡെലിവറി ടൈം എടുക്കാറുണ്ട്. അതൊക്കെ നമുക്ക് വാങ്ങിച്ച് വെക്കാനുള്ളതേ ഉള്ളൂ. അപ്പോൾ അതൊരു ഇഷ്യൂസ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളത് അതുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. പിന്നെ അതുപോലെ ഈ പവർ വിൻഡോ സ്വിച്ചസിനും വലിയ ക്വാളിറ്റി ഇല്ല. അതും വെയിലൊക്കെ അടിച്ച് കട്ടയൊക്കെ ആയിട്ട് അത് പൊട്ടിപ്പോകാനും പൊടിഞ്ഞു പോകാനും ഒക്കെ സാധ്യതയുണ്ട്. അത് ഈ പറഞ്ഞതിൻ്റെ തൊട്ടാണ്. അത് നമുക്ക് ഈ പവർ വിൻഡോ സ്വിച്ചസ് നന്നാക്കണേലും വെക്കണേലും റീപ്ലേസ് ചെയ്യണേലും ഒന്നും നമുക്ക് ഡോർ പാഡ് അഴിക്കേണ്ട കാര്യം പോലും ഇല്ല. സൈഡ് ഡോർസിൻ്റെ ആണെങ്കിൽ അതിൻ്റെ മുകളിൽ കൂടെയാണ് ഒരു ഹാൻഡിൽ പോകുന്നുണ്ട്. ആ ഹാൻഡിൽ മാത്രം ഒന്ന് അഴിക്കുക, 2 സ്ക്രൂ അഴിക്കുക. എന്നിട്ട് നമ്മളൊന്ന് സൈഡിൽ നിന്ന് പൊക്കി കൊടുത്തു കഴിഞ്ഞാൽ പവർ വിൻഡോ സ്വിച്ചിൻ്റെ യൂണിറ്റ് നമുക്ക് ഊരി കിട്ടും, ഫുള്ളായിട്ട് കിട്ടും. പാനൽ ഉൾപ്പെടെ കിട്ടും. ആ പാനൽ ഉൾപ്പെടെ ഒരു സൈഡിലത്തെ യൂണിറ്റിൻ്റെ വില എന്ന് പറഞ്ഞാൽ 450-500 രൂപയേ ഉള്ളൂ. അത് വുഡ് ഫിനിഷിൻ്റെ ഏറ്റവും പുതിയതൊക്കെ കിട്ടുകയും ചെയ്യും. ഒരു പാനലിൻ്റെ വിലയാണ് പറഞ്ഞത് സൈഡിലത്തെ അത് കിട്ടും. അപ്പോൾ അത് വേണമെങ്കിൽ ഈ 450 രൂപ കൊടുത്ത് കഴിഞ്ഞാൽ പുതിയ യൂണിറ്റ് വെക്കാം. ഇപ്പോൾ ഡ്രൈവർ സൈഡിലത്തെ അതിനാണെങ്കിൽ 2000 രൂപ അടുപ്പിച്ച് വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഒരു 4000 രൂപ മുടക്കിക്കഴിഞ്ഞാൽ ഈ പവർ വിൻഡോ സ്വിച്ചസ് മാറ്റി പുതിയത് വെക്കാവുന്നതേ ഉള്ളൂ. നല്ല പുതിയ സാധനം, നല്ല ക്ലിക്ക് ക്ലിക്ക് സൗണ്ടൊക്കെ ഉള്ള നല്ല പുതിയത് വാങ്ങിച്ചു വെക്കാം. അപ്പോൾ ഇതിന് എല്ലാത്തിനും നമുക്കൊരു പരിഹാരമുണ്ട്. പിന്നെ ഇതൊന്നും വലിയ കോംപ്ലിക്കേറ്റഡ് വർക്കായിട്ട് പോകേണ്ട കാര്യമില്ല. നമുക്ക് തന്നെ ഊരി സ്വന്തമായിട്ട് യൂസേഴ്സിന് തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അതെല്ലാം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ സ്പെയർ കിട്ടുന്നുണ്ട്, അതുകൊണ്ട് നമുക്കത് ചെയ്യുകയും ചെയ്യാം. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്. ഇപ്പോൾ ഒരു ഡോർ ലോക്കിൻ്റെ സ്വിച്ച്, ലൈറ്റിൻ്റെ സ്വിച്ചൊക്കെ കേടായാൽ അത് ഡോർ പാഡ് അഴിച്ച് ആ ഡോർ ലോക്കിനകത്താണ് സ്വിച്ച് വരുന്നത്. അപ്പോൾ അതൊക്കെ അങ്ങനത്തെ ചില പണികളാണ് ഈ വണ്ടിക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന്. ചെറിയൊരു കാര്യം ചെയ്യണമെങ്കിൽ വണ്ടിയുടെ പല സാധനങ്ങളും അഴിച്ചു വെക്കേണ്ടി വരും. അതാണ് ഇതിൻ്റെ ഒരു കോംപ്ലിക്കേറ്റഡ് വണ്ടി എന്ന് പറയുന്നത്. ചില വണ്ടികളുടെയൊക്കെ വളരെ സിമ്പിളായിട്ട് കൊടുക്കുന്ന കാര്യങ്ങൾ ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് ഇവരിത് കൊടുക്കുന്നത്. അതൊക്കെയാണ് ഇതിൻ്റെ ഒരു ചെറിയൊരു പോരായ്മ എന്ന് പറയുന്നത്. അത് വർക്ക് അറിയാത്ത ഒരാളാണെങ്കിൽ നശിപ്പിച്ച് തരും. ഡോർ പാഡ് അഴിക്കും, അതിൻ്റെ ക്ലിപ്പെല്ലാം പൊട്ടിക്കും, അതെല്ലാം താഴെ ഇടുകയും ഉരയ്ക്കുകയും ഒക്കെ ചെയ്ത് നശിപ്പിക്കും. പിന്നെ അതുപോലെ ഈ ഡോർ ലോക്കേലാണ് ഈ സംഭവം ചെയ്തേക്കുന്നതുകൊണ്ട് ലോക്ക് നേരെ അഴിച്ച് കയറ്റിയൊക്കെ ഇട്ടില്ലെങ്കിൽ ഡോർ ലോക്ക് പിന്നെ കറക്റ്റ് ലോക്കാകത്തില്ല. അത് ഒന്ന് തൊട്ടാൽ വേറൊരു അടുത്തൊരു പണിയിലോട്ട് ചിലപ്പോൾ ആക്കി തരും ചിലവർ. അപ്പോൾ അതൊക്കെ ഒരു പോരായ്മകളാണ് ഈ വണ്ടിയുടെ. പ്രോപ്പർ നല്ലൊരു മെക്കാനിക്കിന് സർവീസ് സെൻ്ററിനൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കിത് വണ്ടി സർവീസ് നല്ലതായിട്ട് കൊണ്ടു നടക്കാം. സ്പെയറിൻ്റെ അവൈലബിലിറ്റിക്ക് വലിയ ഇഷ്യൂസ് ഒന്നുമില്ല. എളുപ്പം തന്നെ മിക്കവാറും എല്ലാ സർവീസ് സെൻ്റേഴ്സിലും സ്പെയർസ് എല്ലാം കിട്ടാറുണ്ട്. പിന്നെ ചില പാർട്ടുകൾ എന്ന് വെച്ചാൽ കിട്ടത്തില്ലെന്നില്ല, എല്ലാം കിട്ടും. ചില പാർട്ടുകൾ, ഈ ഓസുകൾ, ചില വാഷറുകൾ, റിങ്ങുകളൊക്കെ വരുമല്ലോ, അങ്ങനെയൊക്കെയുള്ളത് ചിലതൊക്കെ കിട്ടാൻ ചിലപ്പോൾ ഇച്ചിരി ഡിലേ വരാറുണ്ട്. 2 ആഴ്ചയോ ഈ എൻജിനകത്തെ റിങ് സൈഡിലേക്ക് ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ റിങ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും നല്ലൊരു ടൈമിംഗ് ബെൽറ്റ് കാര്യങ്ങളൊക്കെ മാറാനും ഒക്കെ ചെന്ന് വേറെ എന്തെങ്കിലും നോക്കുമ്പോൾ കാണുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നല്ലൊരു വർക്കിന് പോകുമ്പോൾ കാണുന്ന കാര്യങ്ങളൊക്കെയാണ് ഇത് കാണുന്നത്. അതൊക്കെ നമ്മൾ ഓർഡർ ചെയ്തെടുത്ത് മാറ്റിയിട്ട് കൊടുക്കേണ്ട ഇച്ചിരി ഡിലേ വരാറുണ്ട്, അതേ ഉള്ളൂ. അത് വലിയ ഡിലേ ഒന്നുമല്ല, കിട്ടത്തില്ലെന്നുമല്ല, എല്ലാം കിട്ടുകയും ചെയ്യും. അല്ലാതെ പിന്നെ എനിക്ക് വേറെ ഇത്രയും വർഷമായിട്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. വണ്ടി എനിക്ക് അങ്ങനെ ബ്രേക്ക് ഡൗണോ കാര്യങ്ങളോ ഒന്നും തന്നിട്ടില്ല. കാര്യം ഇതിന് എന്തോ ഒരു കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും വണ്ടി നമ്മളെ നേരത്തെ കാണിച്ചു തരുമെന്നൊക്കെ പറയുന്നതിനോട്ടുള്ളൊരു വണ്ടിയും കൂടാണ്. നമ്മളുമായിട്ട് നല്ലിട്ട് ഇണങ്ങിയ ഒരു വണ്ടിയാണ്. ശരിയാണ്, നമ്മൾ വണ്ടി ഇഷ്ടപ്പെട്ടത് കൊണ്ടായിരിക്കും വണ്ടി നമ്മളെ തിരിച്ചിഷ്ടപ്പെടുന്നത്. അതുകൊണ്ടായിരിക്കും. കാര്യം എന്ത് സംഭവമാണേലും ഇപ്പോൾ ഇന്നേ വരെ വണ്ടി പഞ്ചറാവുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു ദിവസം ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ അമ്പലത്തിൽ പോയിട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പം ഒരു ഹോട്ടലിൽ അവിടെ നിർത്തിയപ്പം വണ്ടിയുടെ റേഡിയേറ്റർ, നമ്മുടെ
വണ്ടിയിൽ ബോണറ്റിനടിയിൽ വെള്ളം വീഴുന്നത് തുള്ളി തുള്ളിയായിട്ട് വീഴും. അപ്പോൾ AC-യുടെ വെള്ളമായിരിക്കും ആദ്യം വിചാരിച്ചു. അപ്പോൾ ഇച്ചിരി കഴിഞ്ഞിട്ട് ഈ വെള്ളം ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ചെന്ന് തൊട്ട് നോക്കിയപ്പോൾ ചൂടുള്ളതാണ്. അപ്പോൾ മനസ്സിലായത് റേഡിയേറ്ററിൽ നിന്ന് വരുന്ന വെള്ളമാണെന്ന് മനസ്സിലായി. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ വണ്ടി നമ്മുടെ സർവീസ് സെൻ്ററിലെ ചേട്ടനെ വിളിച്ചപ്പോൾ പറഞ്ഞു എന്തെങ്കിലും ഓസ് പോലെ ലീക്കായിരിക്കും, ഒരു കാര്യം ചെയ്യും, റേഡിയേറ്റർ തുറന്ന് വെള്ളം നിറച്ചൊഴിച്ചിട്ട് ഒരു 2 ജാർ വെള്ളവും കൂടെ കരുതിയിട്ട് ഒരു വണ്ടി ഓടിച്ച് സർവീസ് സെൻ്ററിൽ വന്നോളാൻ പറഞ്ഞു. അപ്പം ഞാനങ്ങനെ അവിടെ ചെന്നപ്പോൾ അവർ നോക്കിയപ്പോൾ പറഞ്ഞു ഓസ് ലീക്കായതാണ്, പൊട്ടിയതല്ല ചെറിയ ലീക്ക് വന്നതാണ്. ചൂടടിച്ചടിച്ചടിച്ചടിച്ച് അവിടെ ചെറുതായിട്ട് ബൾജായിട്ടുണ്ടായിരുന്നു ഓസ്, അതിൻ്റെ ലീക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സാധനം ഉറയിലില്ല. അപ്പോൾ അത് ഓർഡർ ചെയ്ത് കൊടുത്തിട്ട് പറഞ്ഞു വണ്ടി കൊണ്ടുപോകുമ്പോൾ എന്നിട്ട് വരുമ്പോൾ കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ ഇതേപോലെ എൻ്റെ വെള്ളം ഒഴിച്ച് കൊണ്ട് തിരിച്ച് വീട്ടിൽ കൊണ്ടുപോകും. അപ്പം അതാണ് വണ്ടി വഴി കിടന്നിട്ടില്ല, എന്തെങ്കിലും കാണിച്ചു തരും നേരത്തെ. അത് പിന്നെ ആകെ ഇതിന് കംപ്ലൈൻറ്റ് വന്നു പറഞ്ഞാൽ AC ഇടയ്ക്കൊന്ന് ഓഫായി പോയാൽ അത് മാത്രമേ ഉള്ളായിരുന്നു. അത് പിന്നെ ശരിയാക്കി, പിന്നെ അതും പ്രശ്നമൊന്നുമില്ല. അത്യാവശ്യം നല്ല കൂളിംഗ് ഉണ്ട്, കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. AC വേറെ പ്രശ്നമില്ല. പിന്നെ അതുപോലെ ഒരു ദിവസം ഒരു ആണി ടയറൊക്കെ ആയി. അപ്പം ഒരു കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ വേറൊരു കംപ്ലൈൻറ്റ് വന്നപ്പോഴാണ് അത് കണ്ടുപിടിച്ചത്. നമ്മുടെ വണ്ടി എപ്പോഴും ഈ AC ഇട്ട് ഓടിക്കുന്നതുകൊണ്ട് ഗ്ലാസ്സും ഇട്ടേക്കുന്നതുകൊണ്ട് വണ്ടിയിൽ എന്തെങ്കിലും വേറെ സൗണ്ടുകളുണ്ടോ എന്നുള്ള വെളിയിലെ സൗണ്ടുകൾ നമുക്ക് കേൾക്കാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഞാൻ ഈ ഒരിടത്തൊരു പാർക്കിങ്ങിൽ ഉച്ചയ്ക്ക് ഇട്ടിട്ട് എടുത്തപ്പം ഭയങ്കര വെയിലായിട്ട് ഗ്ലാസ് താത്തിട്ടിച്ചിരുന്നിട്ട് ഓടിച്ചു. അവിടെ ഒരു കട്ടറുണ്ടായി, കട്ടർ ചിലപ്പോൾ ഇങ്ങനെ കിണുകിണാന്നൊരു സൗണ്ട് പോലെ കേൾക്കുന്നു ബാക്കിൽ റിയർ വീലിൻ്റെ അവിടെ. അപ്പോൾ അത് എന്ന് വെച്ചാൽ സ്റ്റെബിലൈസർ ബാറിൻ്റെ ബുഷ് പോയതായിരുന്നു, പൊടിഞ്ഞു പോയതാണ്, അതായിരുന്നു ആ സൗണ്ട് കേട്ടെ. അപ്പം ഞാനത് ഇങ്ങനെ അതെന്തുവാ സൗണ്ട് എന്നുള്ള അറിയണമല്ലോ. അപ്പോൾ ഇങ്ങനെ നോക്കി വന്ന് വണ്ടി കൊണ്ട് അവിടെ നിർത്തിയിട്ട് ഞാനിങ്ങനെ ഇത് എവിടെ ഈ സൗണ്ട് കേൾക്കുന്നതെന്ന് അറിയുന്നില്ല. ഞാൻ ആദ്യം വിചാരിച്ചു വേറെ എന്തെങ്കിലും സൈഡ് സ്റ്റെപ്പിൻ്റെ വല്ലതും ആണോ എന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ പിന്നെ ഞാനിത് ഇങ്ങനെ നോക്കിയപ്പോൾ ഒരു ലിവർ പോലെ ഇങ്ങനെ ഇരിപ്പുണ്ട്, സ്റ്റെബിലൈസർ ബാറിൻ്റെ അതിലിങ്ങനെ തൊട്ടപ്പോൾ ഇങ്ങനെ അനങ്ങുന്നത് ക്ലിങ് ക്ലിങ് സൗണ്ട് ചെയ്യുന്നു. അപ്പോൾ അതിനു വേണ്ടി ഈ ടയറിനിടയിൽ കൂടെ ഇങ്ങനെ കൈയിട്ടപ്പോൾ നേരിട്ട് ടയറിലൊരു ആണി കയറി. അപ്പം ഞാൻ ഉടനെ തന്നെ സ്റ്റെബിലൈസർ ബാറിൻ്റെ അത് അവിടെ വെച്ചിട്ട് നേരെ വണ്ടി ടയറിൻ്റെ കടയിലോട്ട് പോയി. ചേട്ടാ ഒരു ആണി കയറി പഞ്ചറായി ഇട്ടുണ്ടെന്ന് പറഞ്ഞു. കാറ്റൊന്നും പോയി തുടങ്ങിയിട്ടില്ല. അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഭാഗ്യം കട്ടയുള്ള ടയറായുണ്ട്, ആണി സൈഡിൽ കൂടി കയറിയിട്ടേ ഉള്ളൂ, കിഴിഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ അതാണ് ഞാൻ പറഞ്ഞു തരുന്നത്. വണ്ടി നേരത്തെ കാണിച്ചു തരും. ആ ആണി കുറച്ചുകൂടി ഇരുന്നാൽ ചിലപ്പോൾ ഓടി തെള്ളി അങ്ങകത്ത് പോയതിനായിരുന്നു കാണിച്ചു തന്നു. പിന്നെ ഈ സ്റ്റെബിലൈസറിൻ്റെ ഇതാണെന്ന് മനസ്സിലായി. അത് ഞാൻ ഉടനെ തന്നെ വീഡിയോ എടുത്ത് സർവീസ് സെൻ്ററിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ നോക്കി പിന്നത്തെ കാര്യം തോന്നുന്നു. അപ്പോൾ അത് സാധനം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ സാധനം ഇല്ല, ഓർഡർ ചെയ്ത് വരുത്തണം എന്ന് പറഞ്ഞു. അപ്പം അവരെന്തോ ഓർഡർ ചെയ്തെടുത്തൊന്നും കിട്ടിയില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാനുണ്ട് ബൂട്ട്മോലി സാധനം അപ്പം എന്തായാലും അവൈലബിൾ ആയിരുന്നു. സാധനം ഓർഡർ ചെയ്തു, ഞാനത് വാങ്ങിച്ചു സർവീസ് സെൻ്ററിൽ കൊണ്ട് കൊടുത്തു, മാറ്റിയിട്ടു. ഒരു 10-20 മിനിറ്റിൻ്റെ വണ്ടി ഒന്ന് ലിഫ്റ്റ് ചെയ്യണം, കളത്തി ബുഷിനകത്തോട്ട് കയറ്റിയിട്ട് ഒരു കട്ട് ബുഷാണ്, വെള്ള കളറിലെ ഒരു കട്ട് ബുഷാണ് കയറ്റിയിട്ട് ഓക്കെ ആയി. അങ്ങനത്തെ ചെറിയ അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഓടിയത് വണ്ടിക്ക് വരുന്ന കംപ്ലൈൻറ്റുകൾ മാത്രം, അങ്ങനത്തെ കാര്യങ്ങളെ വന്നിട്ടുള്ളത്. വേറെ കംപ്ലൈൻ്റ് ഒന്നും വണ്ടിക്കൊന്നും വന്നിട്ടില്ല, ദൈവം സഹായിച്ചു. വണ്ടി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്താൽ മതി നല്ലതായിട്ട്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, കറക്റ്റായിട്ട് ഓടിക്കോളും. അതിൽ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. സഫാരി എടുത്ത പണിയുള്ള വണ്ടിയാണ്, ഒന്നുമില്ല. അത് നേരെ നോക്കാതെ കൊണ്ട് നടക്കുന്നത് കൊണ്ട് വണ്ടിക്ക് വരുന്ന പണികളേ ഉള്ളൂ. അല്ലാതെ പണിത് നല്ല നീറ്റായിട്ട് സർവീസ് ചെയ്ത് കൊണ്ട് നടക്കുന്ന വണ്ടികൾക്കൊന്നും പണിയൊന്നും വരാതെ. നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ എന്തുമാത്രം വണ്ടികൾ ഇപ്പോൾ ഇഷ്ടംപോലെയുണ്ട്, കുറേ വണ്ടികളുണ്ട്. 500 വണ്ടിയോളം നമ്മുടെ മെമ്പേഴ്സായിട്ട് തന്നെ ഗ്രൂപ്പിൽ 2 ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്, ക്ലബ് ഓഫ് സഫാരിയൻസ്, കിങ്ഡം ഓഫ് സഫാരിയൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിലെല്ലാം കൂടെ 500 വണ്ടികളും ഉണ്ട്. അപ്പോൾ അതിലെല്ലാം നമുക്കറിയാം എന്തോരം വണ്ടികൾ എങ്ങനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതിൽ പഴയ TCIC വണ്ടി വരെ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതിൻ്റെ വരെ ഇപ്പോഴും സ്പെയറും കാര്യങ്ങളും എല്ലാം കിട്ടാറുണ്ട്. പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ വണ്ടി നല്ലതായിട്ട് യൂസ് ചെയ്യുക, അത് അല്ലെങ്കിൽ പീരിയോഡിക് സർവീസ് ചെയ്ത്
എന്തെങ്കിലും അവർ റീപ്ലേസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ അത് റീപ്ലേസ് ചെയ്യണമെങ്കിൽ അങ്ങനെ, അല്ലാതെ നന്നാക്കി ഇടാൻ പറ്റുന്ന സാധനമാണെങ്കിൽ അങ്ങനെയെന്ന് വെച്ചാൽ അത് ചെയ്ത് ഓടിച്ചു കഴിഞ്ഞാൽ കംപ്ലൈൻറ്റ് ഇല്ലാതെ ട്രബിൾ ഫ്രീ ആയിട്ട് വണ്ടി ഓടിക്കാം. ഞാൻ ലോങ് പോയിട്ടുള്ള കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മധുരയൊക്കെ പോയിട്ടുണ്ട്. നമ്മുടെ ഇവിടുന്ന് ഒറ്റ സ്ട്രെച്ച് വണ്ടി ഓടിക്കോളും, ഒരു പ്രശ്നമില്ല. ഇടയ്ക്ക് നിങ്ങളന്ന് ചായ കുടിക്കാനൊന്നും നിർത്തിയതൊക്കെ അല്ലാതെ വണ്ടിയൊന്നും നിർത്തിയിട്ടില്ല, ഒരു കുഴപ്പമില്ല. നല്ല അത് മധുരയൊക്കെ തന്നെ ഞങ്ങൾ കുറേ പ്രാവശ്യം പോയിട്ടുണ്ട്, ഫാമിലിയായിട്ട് പോയിട്ടുണ്ട്. വേറെ അല്ലാതെ നമ്മൾ ഓഫീസിൻ്റെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് റിലേറ്റീവ്സിൻ്റെ അവിടെയൊക്കെ തൃശ്ശൂർ അവിടെ അങ്ങനെയൊക്കെ പോയിട്ടുണ്ട്. ഒന്നും വണ്ടിക്ക് ഒരു പ്രശ്നമില്ല. ലോങ് ഡ്രൈവിലൊക്കെ നല്ല പെർഫെക്റ്റ് ആണ്. മൈലേജിൻ്റെ കാര്യം കൂടെ പറയാനാണെങ്കിൽ വിത്ത് AC ലോങ് ഡ്രൈവിൽ 14 കിലോമീറ്റർ ഷുവറായിട്ട് പറയാം 2.2 ഡൈക്കോറിന് കിട്ടാറുണ്ട്, ഒരു പ്രശ്നമില്ല. വിത്ത് AC കിട്ടാറുണ്ട്. പിന്നെ ഇതുപോലെ സിറ്റി ഡ്രൈവിൽ 11-12 വണ്ടി AC കിട്ടാറുണ്ട്. വണ്ടി AC ഇടാതെ വണ്ടി ഓടിക്കാറില്ല, AC ഇട്ട് തന്നെയാണ് എപ്പോഴും ഓടിക്കുന്നത്. വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി എപ്പോഴും നീറ്റായിട്ടിരിക്കും, അകത്ത് വലിയ പൊടിയൊന്നും വെളിയിൽ നിന്നുള്ളതൊന്നും കയറാതിരിക്കും, വണ്ടി നീറ്റായിട്ടിരിക്കും. അതുകൊണ്ട് AC ഇട്ട് തന്നെയാണ് വണ്ടി എപ്പോഴും ഓടിക്കുന്നത്. വണ്ടിക്ക് ഈ പറയുന്ന അത്യാവശ്യം മൈലേജും, അപ്പോൾ സർവീസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, അത്രയൊക്കെയുള്ള കോസ്റ്റുകളെ വരാറുള്ളൂ, വേറെ ഒന്നുമില്ല. ടയർ ലൈഫിൻ്റെ കാര്യം ഞാനത് പറയാറായിട്ടില്ല. ഞാൻ എൻ്റെ വണ്ടി എടുക്കുമ്പോൾ പുതിയ ടയറാണ് ഇട്ടേക്കുന്നത്. അതിപ്പോൾ ഒരു 10-30 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്, 30,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇതുവരെ ഗുഡിയറിൻ്റെ 80 ടയറാണ്, ഗുഡിയറിൻ്റെ 80 ടയർ ഓൾ ടെറൈൻ ടയറാണ് വണ്ടിയിൽ കിടക്കുന്നത്. അപ്പോൾ അത്യാവശ്യം ഗ്രിപ്പുള്ളൊരു ടയറാണ്, HT അല്ല, ഹൈവേ ടയറല്ല, ഓൾ ടെറൈൻ ടയറാണ് കിടക്കുന്നത്. 30,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇതുവരെ വേറെ ടയറിന് ഗ്രിപ്പിനൊന്നും കുഴപ്പമില്ല. ഇപ്പോഴും എനിക്ക് തോന്നുന്നൊരു 70% ഇനിയും ടയർ ലൈഫ് ഉണ്ട് എന്നാണ് തോന്നുന്നത്. പിന്നെ വണ്ടിയുടെ മെയിൻ്റനൻസിൻ്റെ കാര്യം പറയുമ്പോൾ ഉള്ളൊരു കാര്യമാണ് ഇതിൻ്റെ അലൈൻമെൻറ്റ്. ഞാൻ 5000 കിലോമീറ്ററിലാണ് അലൈൻമെൻറ്റ് ചെയ്യേണ്ടത്. ഞാനൊരു 4000-4500 കിലോമീറ്ററിൽ അലൈൻമെൻറ്റ് ചെയ്യും വണ്ടിക്ക്. പിന്നെ ഒരു 10,000 കിലോമീറ്റർ ഒക്കെ ആകുമ്പോൾ 15,000 കിലോമീറ്റർ ഒക്കെ ആകുമ്പോൾ വീൽ റൊട്ടേഷനും ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അലൈൻമെൻറ്റ് ചെയ്യും. പിന്നെ ടയറിൻ്റെ പ്രഷറും കറക്റ്റ് നോക്കി മോണിറ്റർ ചെയ്ത് കറക്റ്റ് ചെയ്യാറുണ്ട്. അപ്പം ഇതൊക്കെയാണ് വണ്ടി മെയിൻ്റനൻസിൻ്റെ കാര്യത്തിൽ കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇത് ഗ്രീസിങ്ങിന് 2 പോയിൻ്റ് ഉണ്ട്. ഒന്ന് വണ്ടിയുടെ അടിയിൽ സെൻറ്റർ റോഡിന് അവിടെ ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ട്. അപ്പം ഞാൻ അതും ഒരു ഈ അലൈൻമെൻ്റ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ 5000 കിലോമീറ്ററിൽ അവിടെയും ചെയ്യും. പിന്നെ അതുപോലെ തന്നെ വണ്ടിയുടെ ലെഫ്റ്റ് സൈഡിലത്തെ ടയറിൻ്റെ അവിടെ ഒരു പോർഷൻ, ഒരു നിപ്പിൾ വരുന്നുണ്ട്, അവിടെ നമുക്ക് ഗ്രീസ് ചെയ്യണം. പിന്നെ വേറൊരു നമ്മുടെ ഒരു ഗ്രൂപ്പിലെ ഒരു സുഹൃത്ത് പറഞ്ഞത് ഇതിൻ്റെ പവർ സ്റ്റിയറിങ്ങിൻ്റെ അവിടെ നിന്ന് റാക്ക് വരുന്നുണ്ട്, അവിടെ കണ്ടൊരു ഗ്രീസിങ് അങ്ങനെ ചെയ്താൽ നല്ലതാണ്. സ്റ്റിയറിങ് കുറച്ചുകൂടെ ലൈറ്റാക്കി ആവും എന്നാണ് പറഞ്ഞേക്കുന്നത്. ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, അതും കൂടെ ഒന്ന് കണ്ടുപിടിച്ച് ചെയ്താൽ നല്ലതായിരിക്കും തോന്നുന്നു. അപ്പം അവിടെയും കൂടെ ഗ്രീസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതൊക്കെ അറിയാമെന്ന് പറയുകയാണെങ്കിൽ അതൊക്കെ ചെയ്യുക, ഗ്രീസിങ്ങും ചെയ്ത് കൊടുക്കുക, സർവീസ് ചെയ്യുക, അലൈൻമെൻറ്റ് ചെയ്യുക, വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഞാൻ ഈ ഇടയ്ക്കൊന്നുമില്ല, കുറേ നാളൊക്കെ മുന്നേ ഇടയ്ക്ക് ഈ അഡിറ്റീവ് ഡീസലിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഗ്രൂപ്പിലെ വണ്ടികളിലൊക്കെ അഡിറ്റീവ് ഒഴിക്കാറുണ്ട്. ഒഴിക്കുമ്പോൾ വണ്ടിക്ക് കുറച്ചുകൂടി നല്ല പെർഫോമൻസ് കിട്ടാറുണ്ട്, ഇഞ്ചക്ടറും കാര്യങ്ങളൊക്കെ ക്ലീൻ ആകാറുണ്ട് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ ഡീസൽ കിടന്ന് ടാങ്കിലും ഒക്കെ ഉള്ള ചെറിയ അഴുക്കുകളും ഒക്കെ ഉണ്ടെന്ന് പറയും. ഈ എന്തൊക്കെയോ ചെറിയ കുഴഞ്ഞുള്ള സാധനങ്ങളൊക്കെ പോലൊക്കെ വരുമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ അഡിറ്റീവ് ഒക്കെ ഇടയ്ക്കൊക്കെ ഒഴിച്ചു കൊടുത്താൽ ഇതൊക്കെ കുറേയൊക്കെ പോകും എന്നാണ് പറയുന്നത്. അപ്പോൾ നല്ലതാണെന്ന് പറയുന്നുണ്ട്. അതും ഞാൻ ഇടയ്ക്കൊക്കെ ചെയ്യാറുള്ള കാര്യമാണ്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഒരു ഡ്രൈവിന് ഇറങ്ങിയപ്പം ഒരു റിലേറ്റീവിൻ്റെ വീട്ടിലോട്ട് പോയപ്പോൾ ഞാൻ ഒറ്റയ്ക്കായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ചെയ്തത്. ഇതൊക്കെയാണ് എനിക്ക് എൻ്റെ വണ്ടിയെ പറ്റി പറയാനുള്ളതും എനിക്ക് ഉണ്ടായ അനുഭവങ്ങളും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ ഇത് വണ്ടിയെ പറ്റി ഞാൻ ജെന്യുവൻ കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത്, അല്ലാതെ ഞാൻ ഒന്നും ഇല്ലാത്ത കംപ്ലൈൻറ്റുകളോ ഒന്നും പറഞ്ഞിട്ടില്ല. ഉള്ള കംപ്ലൈൻറ്റുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് വണ്ടിയുടെ. എനിക്കുണ്ടായ നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കാര്യം വണ്ടി യാത്രയ്ക്ക് ബെസ്റ്റാണ്, നല്ല സീറ്റിംഗ് പൊസിഷൻ ഉള്ളതുകൊണ്ട് ഡ്രൈവും
അല്ലാത്തുള്ള കോ പാസഞ്ചേഴ്സിനും എല്ലാം ഇരിക്കാനുണ്ട്. പിന്നെ സീറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞത്, ഇതിന് ലംബർ സപ്പോർട്ടുള്ള സീറ്റ് കൊടുക്കുന്നുണ്ട് വണ്ടിക്ക്. ഇപ്പോൾ ഫ്രണ്ട് 2 സീറ്റിനും ലംബർ സപ്പോർട്ടുണ്ട്. അപ്പം നമ്മുടെ നടുവിന് നല്ലൊരു സപ്പോർട്ട് കിട്ടും. ഇവിടെ ലിവറുണ്ട്, ആ ലിവർ ഒന്ന് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് സീറ്റൊന്ന് ബൾജായി കിട്ടും. നമ്മുടെ നടുവിന് നല്ല സപ്പോർട്ട് കിട്ടും. അപ്പോൾ ലോങ് ഡ്രൈവിനൊക്കെ നല്ലതാണ്. അതും ഈ ബേസ് മോഡൽ വണ്ടിയിൽ തരുന്നുണ്ട് വണ്ടി. അപ്പോൾ ഇതൊക്കെയാണ് സഫാരിയെ പറ്റി നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഓക്കെ, സഫാരി എടുക്കുന്നവർക്കും ഉപയോഗിക്കുന്നവർക്കും ഒരു അറിവായെന്ന് ഒരു വിശ്വാസം. അപ്പോൾ ഓക്കെ, ബൈ.